അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലൂടെ പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈറ്റൽ ഫോഴ്സ് തിയറി വാസ് പ്രൊപ്പോസ്ഡ് ബൈ. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററിൽ പറയുന്ന കാര്യമാണ് വൈറ്റൽ ഫോഴ്സ് തിയറി. അത് പ്രൊപ്പോസ് ചെയ്ത ആരാന്ന് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട്. ആരാ പ്രൊപ്പോസ് ചെയ്തത്? ബെർസീലിയസ് എന്ന് പറയുന്ന ഒരാളാണ് എന്ത് ചെയ്തത്? വൈറ്റൽ ഫോഴ്സ് തിയറി പ്രൊപ്പോസ് ചെയ്തത്. അപ്പോൾ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 2. How many sigma and pi bonds are present in CH2 double bond CH, single bond CH, double bond CH, single bond CH3? ഇതിൽ എത്ര സിഗ്മയുണ്ട്, എത്ര പൈ ബോണ്ട്സ് ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഒന്ന് വരച്ചു നോക്കാം. അങ്ങനെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ വരും, CH, ഇവിടെ ഒരു H വരും. അപ്പോൾ എന്തായി? CH2 ആയി. ഡബിൾ ബോണ്ട് C, ഇവിടെ ഒരു H, പിന്നെ സിംഗിൾ ബോണ്ട് CH, ഡബിൾ ബോണ്ട് CH, സിംഗിൾ ബോണ്ട് CH3 ആണ്. അപ്പോൾ ഒരു H, രണ്ടാമത്തെ H, മൂന്നാമത്തെ H. ഇതാണ് എന്ത്? ഇതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്കറിയാം, ഒരു സിംഗിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ എന്തൊക്കെ ഉണ്ടടാ? ഒരു സിഗ്മയും ഉണ്ട്, 0 പൈയുമാണ് ഉള്ളത്. ഇനി ഒരു ഡബിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിഗ്മയും ഉണ്ട്, ഒരു പൈ ബോണ്ടും ഉണ്ട്. ഇനി ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഒരു ട്രിപ്പിൾ ബോണ്ട് എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സിഗ്മയും 2 പൈയും ഉണ്ട്. ഓക്കെ അല്ലേ? ഈ കാര്യം എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം. സിംഗിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ എന്തൊക്കെയുണ്ട്? ഒരു സിഗ്മയും 0 പൈയും ഉണ്ട്. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും 1 പൈയും ഉണ്ട്. ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും 2 പൈയും ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഇവിടെ നോക്കി, ഇവിടെ അപ്പോൾ എത്ര സിഗ്മയുണ്ട്, എത്ര പൈ ബോണ്ട് ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര സിഗ്മയുണ്ടെന്ന് അറിയാൻ എന്ത് ചെയ്താൽ മതി? ഡബിൾ ബോണ്ട് ആണെങ്കിലും സിംഗിൾ ബോണ്ട് ആണെങ്കിലും ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിലും അവിടെ എല്ലാം ഒരു സിഗ്മ വെച്ച് കാണും അല്ലേ? അപ്പം നോക്കി, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12. എത്ര സിഗ്മ ബോണ്ട് ഉണ്ടടാ? 12 സിഗ്മ ബോണ്ട് ഉണ്ട്. ഓക്കെ അല്ലേ? കാരണം എല്ലായിടത്തും ഒരു സിഗ്മയേ ഉള്ളൂ. അപ്പോൾ ഏതൊരു ബോണ്ടിലും ഒരു സിഗ്മയുണ്ട്. ഇവിടെ എത്ര ബോണ്ട് ഉണ്ടെന്ന് നോക്കിയാൽ മതി. അപ്പോൾ 12 സിഗ്മയുണ്ട്. ഇനി എത്ര പൈ ഉണ്ടെന്ന് നോക്കണം. സിംഗിൾ ബോണ്ടിലൊന്നും എന്തില്ല? പൈ ഇല്ല. ഇനി ഡബിൾ ബോണ്ട് ഉണ്ടോ? ഇവിടെ ഉണ്ട്. അവിടെ എല്ലാം ഓരോ പൈ വെച്ചുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പൈ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു പൈ ഉണ്ട്. ഇവിടെ ട്രിപ്പിൾ ബോണ്ട് ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ എത്ര പൈ ബോണ്ട് ഉണ്ടടാ? 2 പൈ ബോണ്ടും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ആൻസർ എന്ത് വരും? 12 സിഗ്മയും ഉണ്ട്, 2 പൈയും ഉണ്ട്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? 12 സിഗ്മ 2 പൈ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 3. Which of the following represents the given sequence of hybridization of carbon atoms from left to right, sp to sp to sp sp? അതായത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ഈ ഓർഡറിൽ ഹൈബ്രിഡൈസേഷൻ വരുന്നത് ഏതിനൊക്കെയാണെന്ന ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഇവിടെ നോക്കി, നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ബോണ്ട്? എന്തായിരിക്കും ഹൈബ്രിഡൈസേഷൻ? sp ആയിരിക്കും. ഡബിൾ ബോണ്ട് ആണെങ്കിലോ sp2 ആയിരിക്കും. സിംഗിൾ ബോണ്ട് ആണെങ്കിലോ sp3 ആയിരിക്കും. ഇതറിഞ്ഞിരിക്കണം. ഇനി sp വരുന്ന ഒരു കേസ് കൂടെ ഉണ്ട്. കാർബണിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഡബിൾ ബോണ്ട് ആണെങ്കിൽ അപ്പോഴും ആ കാർബൺ എന്തായിരിക്കും? sp ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഈ ഒരു കാര്യം കൂടെ എന്ത് ചെയ്യണം? ഓർത്തിരിക്കണം. ഇനി ഇവിടെ ക്വസ്റ്റ്യനിൽ നോക്കി, ഇവിടെ അപ്പോൾ ഏതായിരിക്കും? കാർബണിന്റെ ഇപ്പുറത്ത് ഒരു ഡബിൾ ബോണ്ട്. അപ്പോൾ ഇത് ഏത് sp2 ആണ്. ഇവിടെ ഏത് ഹൈബ്രിഡൈസേഷനാണ്? ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉള്ളതുകൊണ്ട് sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ ഈ കാർബൺ എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ ഇത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെയോ? ഇവിടെയും sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. സെക്കൻഡ് കേസ് എടുത്താലോ, ഇവിടെ sp ആണ്, ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. ഇവിടെ sp ആണ്. ഇവിടെ എന്താണ്? sp2 ആണ്. ഇവിടെ sp2 ആണ്. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ വരുമ്പോൾ ഇതെന്താണ്? sp3 ആണ്. ഇതോ sp2 ആണ്. ഇതോടാ sp2 ആണ്. ഇതെന്ത് വരും? sp3 എന്ന് വരും. ഫോർത്ത് ഓപ്ഷൻ എടുത്താലോ, ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, sp2 ആണ്. ഇവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, sp2 ആണ്. ഇവിടെയും ഡബിൾ ബോണ്ട് ഉണ്ട്, sp2 ആണ്. ഇത് sp2 ആണ്. ഇവിടെ 4 കാർബണും sp2ലാണ്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാ. ഏതാ ലെഫ്റ്റ്? ഇതാണ് ലെഫ്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങോട്ട് വരുമ്പോൾ റൈറ്റ്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് sp2 sp2 sp sp വരുന്നത് ഏത് ഓപ്ഷനാടാ? ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, sp2 sp2 sp sp. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? Question number 4. In the hybridization of carbons of carbon-carbon single bond of CH triple bond C, CH double bond CH2 is. അതായത് ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? കാർബൺ കാർബൺ സിംഗിൾ ബോണ്ടിലെ ഹൈബ്രിഡൈസേഷൻ. അതായത് ഇവിടെ എവിടെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഉള്ളത്? ഇവിടെ അല്ലേ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ഇവിടെ ഉണ്ട്. അപ്പൊ ഈ 2 കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എങ്ങനെയാണെന്നാ ക്വസ്റ്റ്യൻ അല്ലേ? ഈ കാർബൺ നോക്കി, ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇത് ഏത് ഹൈബ്രിഡൈസേഷനാ? sp ആണ്. ഇവിടെ ഒരു ഡബിൾ ബോണ്ടാ ഉള്ളത്. അപ്പൊ ഇത് ഏത് ഹൈബ്രിഡൈസേഷനാ? sp2 ആണ്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്ത് വരും sp sp2 അല്ലേ ഉള്ളത്. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 5.
വാട്ട് ആർ ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ഷേപ്സ് ഓഫ് ദ ഫോളോയിങ് മോളിക്യൂൾസ്? തന്നിട്ടുള്ള രണ്ട് മോളിക്യൂൾസിന്റെ ഹൈബ്രിഡൈസേഷനും ഷേപ്പും ഏതാന്ന് പറയാനാ ക്വസ്റ്റ്യൻ അല്ലേ. CH3F എന്ന് പറയുമ്പോൾ അതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തുവാ? H. ഇവിടെ F, CH3F. ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ എന്തുവാടാ? ഇതിന്റെ ഹൈബ്രിഡൈസേഷൻ sp3 ആണ്. അവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ. sp3 ഹൈബ്രിഡൈസേഷൻ ആണ് നമുക്ക് മനസ്സിലാക്കി. അപ്പൊ sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണെങ്കിൽ ഇവിടുത്തെ ഷേപ്പ് എന്തായിരിക്കും പറഞ്ഞേ? sp3 ഹൈബ്രിഡൈസേഷൻ ആണെങ്കിൽ ഷേപ്പ് എന്താണ്? ടെട്രാഹെഡ്രൽ ആണ്. ടെട്രാഹെഡ്രൽ ഷേപ്പ് ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ അത് ടെട്രാഹെഡ്രൽ ആണ് നമുക്ക് മനസ്സിലായി. ഇനി അടുത്ത എന്തോ ചോദ്യം? CH ട്രിപ്പിൾ ബോണ്ട്. ഇവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് ഇല്ലേ? അപ്പൊ ഇത് എന്ത് ഹൈബ്രിഡൈസേഷൻ ആണ്? sp ഹൈബ്രിഡൈസേഷൻ ആണ്. sp ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണെങ്കിൽ അതിന്റെ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ്. എന്താടാ? ലീനിയർ ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഫസ്റ്റ് വൺ ഏതാ? sp3 ടെട്രാഹെഡ്രലും സെക്കൻഡ് വൺ ഏതാ? sp ലീനിയറും. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 6. മാച്ച് ദ കോളം 1 വിത്ത് കോളം 2 ആൻഡ് മാർക്ക് ദ അപ്രോപ്രിയേറ്റ് ചോയ്സ്. രണ്ട് കോളം തമ്മിൽ എന്ത് ചെയ്യണം? മാച്ച് ചെയ്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. ഇവിടെ എന്തു ചെയ്യേണ്ടതെന്ന് നോക്കിയേ. നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ എന്താണ് ഫോർമുല ബേസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇവിടെ ബോണ്ട് ലൈൻ തന്നിട്ടുള്ളത് അതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ആയിട്ട് ഇവിടെ റെപ്രസെന്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ എന്തോ ഉള്ളത്? N ട്രിപ്പിൾ ബോണ്ട് CH-OH C ട്രിപ്പിൾ ബോണ്ട് N. ഇനി നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റൂടാ? ഈ N ട്രിപ്പിൾ ബോണ്ട് സിയെ NC എന്ന് എഴുതാം. എന്തെഴുതാം? NC എന്ന് എഴുതാം. NC എന്ന് എഴുതി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബോണ്ട്, നീ എന്നെ ബോണ്ട് ലൈൻ റെപ്രസെന്റ് ചെയ്യുക. ബോണ്ട് ലൈൻ റെപ്രസെന്റ് ചെയ്ത് താഴോട്ട് എന്തുണ്ട്? ഒരു OH ഉണ്ട്. ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു CN ഉണ്ട്. അപ്പൊ ഇതിനെ എങ്ങനെ വരയ്ക്കാം? എനിക്ക് OH, ഇങ്ങോട്ടൊരു CN, ഇങ്ങോട്ടൊരു കാർബൺ ബോണ്ട് ഇട്ട് CN. ഇങ്ങനെ വരച്ചൂടെ? വരയ്ക്കാം. ഈ ഒരു ഓപ്ഷൻ ഉണ്ടോ? അതിന് ഉണ്ട്. ഓപ്ഷൻ ഏതാ? 3 ആണ്. അപ്പൊ A ഏത് വരും? 3 എന്ന് വരും. A ഏത് വരും? 3 എന്ന് വരും. A 3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒരു ഓപ്ഷനേ ഉള്ളൂ. അപ്പോഴേ നമുക്ക് ആൻസർ കിട്ടിയതാ. നമ്മുടെ ആൻസർ ഓപ്ഷൻ A ഈസ് ദ റൈറ്റ് ആൻസർ. ഇനി B നോക്കി. B എന്താ തന്നിട്ടുള്ള? ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനാ തന്നിട്ടുള്ളത്. അതിന്റെ എന്ത് നോക്കണം നമ്മൾ? സ്ട്രക്ചർ ഏതാന്ന് നോക്കണം. ഇത് ബോണ്ട് ലൈൻ ആണെങ്കിൽ ഇവിടെ എന്താ ഉള്ളത്? ഒന്നും ഇല്ലെങ്കിൽ ഇതെന്താണ്? CH3 ആണ്. അതെന്താണ്? CH3 ആണ്. ഇങ്ങോട്ട് ഇവിടെ ഒരു കാർബൺ ഉണ്ട്. ഇങ്ങോട്ടും എന്തുണ്ട്? ഇവിടെ ഒന്നും എഴുതാത്തോണ്ട് അതും എന്താ? ഒരു മീഥൈൽ ഗ്രൂപ്പാണ്. അത് CH3 ആണ്. ഇങ്ങോട്ടൊരു സിംഗിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഇതിന്റെ ബാലൻസ് തികയ്ക്കാൻ ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കണം? ഒരു H ഇട്ട് കൊടുക്കണം. ഇനി ഇവിടെ ഒരു C ഉണ്ട്, മുകളിലോട്ടൊരു CH3 ഉണ്ട്, താഴോട്ട് ഒരു CH3 ഉണ്ടെന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ കാർബണിന്റെ ബാലൻസ് തികയ്ക്കാൻ ഞാൻ എന്തിട്ട് കൊടുക്കണം? H ഇട്ട് കൊടുക്കണം. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. ഓപ്ഷൻ 4. അപ്പൊ B ഏത് വരും? 4 എന്ന് വരും. A3 B4. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി C നോക്കി. C എന്താ തന്നിട്ടുള്ള? ബോണ്ട് ലൈൻ റെപ്രസെന്റേഷനാ തന്നിട്ടുള്ള. അതിന്റെ എന്ത് കണ്ടുപിടിക്കണം? സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കണം. ഇതെങ്ങനെ വരും? CH3, ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു C ഉണ്ട്, ഇങ്ങോട്ട് പിന്നെ ഒരു C ഉണ്ട്. ഇതിന്റെ ബാലൻസ് തേക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എന്തിട്ട് കൊടുക്കും? CH2 ഇട്ട് കൊടുക്കും. ഇവിടെ CH2 വരും. പിന്നെ എന്തുണ്ട്? മുകളിൽ പിന്നെ ഒരു CH2 ഉണ്ട്, പിന്നെ ഇങ്ങോട്ടൊരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ ഒരു CH2 ഉണ്ട്, ഇവിടെ നിർത്തുമല്ലേ? അപ്പൊ CH3. അപ്പൊ നോക്കി ഇതിനെ എങ്ങനെ എഴുതാം? CH3 എത്ര CH2 ഉണ്ട്? 1 2 3 4 5 6. അപ്പൊ എനിക്കിതിനെ CH3 CH2 എത്ര ടൈംസ്? 6 ടൈംസ് CH3 എന്ന് എഴുതിക്കൂടെ? അങ്ങനെ ഓപ്ഷൻ ഉണ്ടോ? ഉണ്ട്. 1. അപ്പൊ C ഏത് വരുവാടാ? C1 എന്ന് വരും. ഓക്കെ അല്ലേ? ഇവിടെ C1 അല്ലേ? അതെ. ഇനി D ഓപ്ഷനാ ഉള്ളത്. ഡിയുടെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. അതിന്റെ ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ വരയ്ക്കണം. അപ്പൊ നോക്ക്, OH ഞാൻ എന്ത് ചെയ്ത് ഇവിടെ വരച്ചു. എന്നിട്ട് എത്ര CH2 ഉണ്ടെന്നാ? 3 CH2 ഉണ്ടെന്നാ പറഞ്ഞോളാം. അപ്പൊ ഇവിടെ 1 2 3. ഇപ്പൊ എന്തായി? 3 CH2 ആയി. ഇനി ഇങ്ങോട്ട് എന്തുണ്ട്? ഒരു CH ഉണ്ട്. അപ്പൊ ഇവിടെ ഒരു CH ഉണ്ട്. ആ CHന്റെ കൂടെ എന്തുണ്ട്? ഒരു CH3 ഉണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു? താഴോട്ട് റെപ്രസെന്റ് ചെയ്തു. ഇതാണ് CH2. CH3 ഇവിടെ ഉണ്ട്. അതിനെ ഞാൻ താഴോട്ട് റെപ്രസെന്റ് ചെയ്തു. ഇനി ഇവിടുന്ന് പിന്നെ എന്തുണ്ട്? ഒരു CH ഉണ്ട്. അവിടെ വെച്ച് എത്ര ഉണ്ട്? 2 CH3 ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങോട്ടൊരു CH3 മാർക്ക് ചെയ്തു, ഇങ്ങോട്ടൊരു CH3 മാർക്ക് ചെയ്തു. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോടാ? ഉണ്ട്. ഓപ്ഷൻ 2. അപ്പൊ D ഏത് വരും? 2 എന്ന് വരും. സോ നമുക്ക് ആൻസർ ക്ലിയർ ആയതാ? ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ തന്നിട്ട് ബോണ്ട് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാലും ബോണ്ട് ലൈൻ തന്നിട്ട് സ്ട്രക്ചറൽ വരയ്ക്കാൻ പറഞ്ഞാലും എന്ത് ചെയ്യണം? നമുക്ക് ഡൗട്ട് ഒന്നും ഇല്ലാതെ ക്ലിയർ ആയിട്ട് വരയ്ക്കണം. ഒന്നും ഇല്ലാതൊരു ബോണ്ട് വരച്ചത് എന്തെന്ന് അർത്ഥം? CH3 ആണെന്ന് അർത്ഥം. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 7.
വിച്ച് ഓഫ് ദി ഫോളോയിങ് കറന്റ്ലി മാച്ച്ഡ് ദ ബോണ്ട് ലൈൻ ആൻഡ് കണ്ടൻസ്ഡ് സ്ട്രക്ചർ ഓഫ് ദ കോമ്പൗണ്ട്? തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കണ്ടൻസ്ഡ് സ്ട്രക്ചറും ബോണ്ട് ലൈനും കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? ഇതിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയടാ, എന്തോ പറഞ്ഞിട്ടുള്ളത്, അതായത് ഈ ഒരു ബോണ്ട് ലൈനിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ആണോ ഇതൊന്ന് നോക്കിയാൽ പോരെ. ഇവിടെ ഞാൻ വരയ്ക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്, ഇവിടെ ഒരു CH3 ഉണ്ട്. ഇനി ഇവിടെ എന്തുണ്ട്, ഒരു കാർബൺ ഉണ്ട്, ഇങ്ങോട്ട് ഒരു CH2 ഉണ്ട്. അപ്പോൾ ഈ കാർബണിന്റെ വാലൻസി കറക്റ്റ് അല്ലേ? ഇവിടെ ഇനി H ഒന്നും വരണ്ട, കാരണം 4 വാലൻസി ഉണ്ട്, 4 ഫില്ല് ചെയ്തിട്ടുണ്ട്, CH2. ഇവിടെ എന്തുണ്ട്, ഒരു C ഉണ്ട്, CH3 ഉണ്ട്, CH3 ഉണ്ട്. ഇവിടെ വാലൻസി കംപ്ലീറ്റ് ആയി ഇവിടെ ഒരു H കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന്റെ റെപ്രസെന്റേഷൻ ഇത് കറക്റ്റ് അല്ലേ നോക്ക്. CH3 പിന്നെന്തോ ഉള്ളത് C, ഇവിടെ എന്തുണ്ട്, 2 CH3 ഉണ്ട്, ഒരെണ്ണം മുകളിലും വരയ്ക്കാം, ഒരെണ്ണം താഴെയും വരയ്ക്കാം. CH3, ഇങ്ങോട്ട് എന്തുണ്ട്, CH2, പിന്നെ ഇവിടെ ഒരു CH, അവിടെ 2 CH3. ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ 1 എന്താ, കറക്റ്റ് റെപ്രസെന്റേഷൻ ആണ്. ഇനി 2 നോക്കി, CHO അതിന്റെ നടുക്ക് എത്ര CH2 ഉണ്ടെന്നാ പറയുന്നത്? 1 2 3 4. അപ്പൊ ഇവിടെ എഴുതിയേക്കുന്നത് കറക്റ്റ് അല്ലേ? CH2 4 ടൈംസ് CHO, അതും കറക്റ്റ് ആണ്. ഇനി തേർഡ് വൺ നോക്കി, COOH, ഇവിടെ എന്തുണ്ട്, ഒരു C ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്, ഇവിടെ ഒരു C ഉണ്ട്. ഇവിടെ ബാലൻസ് തേക്ക് എത്ര H വേണോ? 2 H ആണ്. അപ്പൊ CH2 എന്ന് ഇട്ട് കൊടുക്കാം. ഇവിടെ നോക്ക് 1 2 3 4 കറക്റ്റ് അല്ലേ ബാലൻസ്? അപ്പൊ ഇവിടെ ഇനി എന്ത് വേണ്ട, H ഒന്നും വേണ്ട. ഇവിടെ 1 2 ബാക്കി 2 H ഇട്ട് കൊടുത്ത്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിന്റെ റെപ്രസെന്റേഷൻ എങ്ങനെ വരും? COOH CH2 സിംഗിൾ ബോണ്ട് C, ഇങ്ങോട്ടൊരു COOH, താഴെ എന്തുണ്ട്, ഒരു OH ഉണ്ട്, ഇങ്ങോട്ട് പിന്നെ എന്തുണ്ട്, CH2 COOH ഉണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ, ഇത് തന്നെയല്ലേ ഇവിടെയും തന്നിട്ടുള്ളൂ. ഈ CH2 COH താഴെ മുകളിലായിരുന്നേ ഉള്ളൂ, COHും OHും. അപ്പൊ ഇതും എന്താ, കറക്റ്റ് റെപ്രസെന്റേഷനാ. അപ്പൊ 1ഉം 2ഉം 3ഉം എന്താടാ, കറക്റ്റ് റെപ്രസെന്റേഷൻ ആണ്. അപ്പൊ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി, ആൾ ആർ കറക്റ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 8. Which of the following is a alicyclic heterocyclic compound? ഇതിൻ്റെ അകത്ത് തന്നിട്ടുള്ളതിൽ ഒരു alicyclic heterocyclic compound ഏതെന്നാ ചോദ്യം. alicyclic എന്ന് പറയുമ്പോൾ എന്താ, ആരോമാറ്റിക് അല്ല, എങ്കിൽ സൈക്ലിക്കും ആണ് അല്ലെ. ഇവിടെ ഇത് നോക്കി, ഇത് എന്താണ്, ഇതിൽ 4n+2 ഇലക്ട്രോൺസ് ഇല്ലേ, ഇതെന്താണ്, ആരോമാറ്റിക് ആണ്. ഇവിടെ എന്തുണ്ട്, ആരോമാറ്റിക് ആണ് അല്ലെ. ഇനി ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം, അതിൽ ആ ഒരു റിങ്ങിൽ തന്നെ എന്ത് വേണം, വേറൊരു ആറ്റം വരണം. ആ റിങ്ങിൽ വേറൊരു ആറ്റം, ഒരു ഹെട്രോജിനിയസ് ആറ്റം എന്ത് ചെയ്യണം, വരണം. അപ്പൊ ഇവിടെ എന്തില്ല, ആറ്റം ഇല്ല, അപ്പൊ ഇത് വരത്തില്ല. ഇവിടെ എന്തുണ്ടോ, ഇവിടെ എന്തില്ല, ആറ്റം ഇല്ല. അപ്പൊ ഇത് രണ്ടും എന്തല്ല, ഹെട്രോസൈക്ലിക്കും അല്ല. അപ്പൊ ഇതെന്താണ്, ഇത് ആരോമാറ്റിക്കും ആണ്. അപ്പൊ ഇവിടെ അലിസൈക്ലിക് ഹെട്രോസൈക്ലിക് ആയിട്ടുള്ള ആര് മാത്രമേ ഉള്ളൂ, ഓപ്ഷൻ എ മാത്രമേ ഉള്ളൂ. സോ ദ ആൻസർ ഈസ് ചെയ്ത് വരും, ഓപ്ഷൻ എ ഈസ് ദ റൈറ്റ് ആൻസർ. അലിസൈക്ലിക്കും ആണ്, ഹെട്രോസൈക്ലിക്കും ആണ്. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 9. IUPAC നെയിംസ് ഓഫ് ദ ഗിവൺ സ്ട്രക്ചേഴ്സ് ആർ. തന്നിട്ടുള്ളതിന്റെ IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഇ എന്ന ഷേപ്പിലിരിക്കുന്നതിനെ കാർബൺ ഇട്ട് കൊടുത്ത് എങ്ങനെ എഴുതാൻ പറ്റും നോക്കി. CH3, ഇവിടെ എന്തുണ്ട്, CH2, താഴെ ഇങ്ങനെ ഇവിടെ ഒരു C ഉണ്ട്, ഇങ്ങോട്ടൊരു CH3 ഉണ്ട്, പിന്നെയും താഴോട്ടൊരു C ഉണ്ട്, ഇവിടെ എന്തുണ്ട്, ഒരു CH3 ഉണ്ട്. ഇങ്ങനെയല്ലേ എഴുതിയേക്കുന്നത്. ഇവിടെ വാലൻസി ഫില്ലാവൻ CH2 ഇട്ട് കൊടുക്കും, ഇവിടെ വാലൻസി ഫില്ലാവൻ എന്തിട്ട് കൊടുക്കാം, H ഇട്ട് കൊടുക്കാം. അപ്പൊ ഈ കോമ്പൗണ്ട് എങ്ങനെ വരും, നേരെ നമ്മൾ നിവർത്തി എഴുതുവാണെങ്കിൽ CH3 CH2 CH, മുകളിൽ ഒരു CH3, പിന്നെ ഇങ്ങോട്ട് CH2 CH3 എന്ന് വരും അല്ലേ. ഇനി ഇതിന്റെ പേര് പറ, നമ്പറിങ് ചെയ്ത 1 2 3 4 5. അപ്പൊ എങ്ങനെ വരും ഇവിടെ പേര്, 3-methyl എന്തെന്ന് വരും, പെൻഡീൻ എന്ന് വരും. ഓക്കെ അല്ലേ, 3-methyl പെൻഡൻ. അപ്പൊ ഫസ്റ്റിന്റെ പേര് കിട്ടി 3-methyl പെൻഡൻ. അതിരുന്ന് ഒരൊറ്റ ഓപ്ഷൻ അല്ലേ ഉള്ളൂ. അപ്പൊ ആൻസർ ചെയ്ത ഓപ്ഷൻ ഡി ആണ് ആൻസർ നമുക്ക് കിട്ടി. ഇനി സെക്കൻഡിന്റെയും കൂടെ പേര് എഴുതി നോക്കാം. സെക്കൻഡിന്റെ സ്ട്രക്ചർ എങ്ങനെ വരും വരയ്ക്കുമ്പോൾ, CH3, പിന്നെന്തുണ്ട്, ഇങ്ങോട്ടൊരു CH, താഴെ എന്തുണ്ട് C, ഇങ്ങോട്ടൊരു CH3, ഇങ്ങോട്ട് പിന്നെ ഒരു CH3, ഇങ്ങനെയല്ലേ ഉള്ളത്. ഇവിടെ വാലൻസി ഫില്ലാവൻ H ഇട്ട് കൊടുക്കാം, ഇവിടെ വാലൻസി ഫില്ലാവൻ 2 ഇട്ട് കൊടുക്കാം, CH2 ഇട്ട് കൊടുക്കാം. ഇനി ഇതിന്റെ സ്ട്രക്ചർ വരുതി എങ്ങനെ വരും, CH3 CH2 CH CH3, ഇവിടെ എന്തുണ്ട്, ഒരു CH3 കൊണ്ട് അല്ലേ. ഇനി ഇതിന്റെ പേര് എഴുതി എങ്ങനെ വരും, നമ്മൾ നമ്പറിങ് ചെയ്താ എന്ത് വേണം, ഇതിന് ലോവസ്റ്റ് നമ്പറിങ് വരണം അല്ലേ. അപ്പൊ 1 2 3 4. അപ്പൊ എങ്ങനെ വരും പേര്, 2-methyl ബ്യൂട്ടേൻ എന്ന് വരും. അത് തന്നെയല്ലേ ഇവിടെ 2നും കൊടുത്തിരിക്കുന്നത്, 2-methyl ബ്യൂട്ടേൻ. അപ്പം 1 ഏതാ, 3-methyl പെൻഡൻ, രണ്ടാമത്തെ ഏതാ, 2-methyl ബ്യൂട്ടേൻ. അപ്പൊ ആൻസർ ചെയ്ത് വരണം, ഓപ്ഷൻ ഡി തന്നെ നമുക്ക് ആൻസർ എന്ന് മനസ്സിലായി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 10. IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഈസ്. തന്നിട്ടുള്ള കോമ്പൗണ്ട് IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ.
നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? നമ്പറിങ് ചെയ്യണം അല്ലേ? നമ്പറിങ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? സഫിക്സ് പ്രിഫിക്സുകളിനൊക്കെ എന്ത് ചെയ്യണം? ലോവസ്റ്റ് നമ്പറിങ് വരുന്ന രീതിയിൽ നമ്പറിങ് ചെയ്യണം. അപ്പോൾ 1, 2, 3, 4, 5, 6, 7, 8. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പേര് എഴുതി നോക്കി. 3യിൽ എന്തുണ്ട്? ഒരു മീതയിലുണ്ട്. 4ൽ എന്തുണ്ട്? ഒരു ഈതയിലുണ്ട്. ആൽഫബറ്റിക്കലി ആരാ ആദ്യം വരുന്നത്? ഈതയിലല്ലേ? അപ്പൊ നമുക്ക് പേര് എഴുതുമ്പോൾ 4 ഈതയിൽ, പിന്നെ എന്തുണ്ട്? 3യിൽ മീതയിലുണ്ട്. 3 മീതയിൽ. ഇനി ഏതാ ഫാമിലി? ഒക്ടല്ലേ? അപ്പൊ എന്ത് വരും? ഒക്ടേൻ. അപ്പൊ ആൻസർ ഏതാ? 4 ഈതയിൽ, 3 മീതയിൽ, ഒക്ടേൻ. ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 11. How many primary, secondary, tertiary and quaternary carbon atoms are present in the following compound? തന്നിട്ടുള്ള കോമ്പൗണ്ടിൽ എത്ര പ്രൈമറി, എത്ര സെക്കൻഡറി, എത്ര ടെർഷറി, എത്ര ക്വാട്ടർണറി കാർബൺ ആറ്റംസ് ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ. ഇവിടെ എത്ര പ്രൈമറി ഉണ്ട്? പ്രൈമറി എന്ന് പറഞ്ഞാൽ അത് ഒറ്റ കാർബണായിട്ട് എന്ത് ചെയ്യാവുള്ളൂ? ബോണ്ട് ഫോം ചെയ്യാവുള്ളൂ. 2 കാർബണായിട്ട് ബോണ്ട് ഫോം ചെയ്താൽ അത് എന്താ? സെക്കൻഡറി ആവും. 3 കാർബണായിട്ട് ഒരു കാർബൺ ബോണ്ട് ഫോം ചെയ്താൽ അത് ടെർഷറി ആവും. 4 കാർബണായിട്ട് ഒരു കാർബൺ എന്ത് ചെയ്താൽ ബോണ്ട് ഫോം ചെയ്താൽ അത് ക്വാട്ടർണറി ആവും. അപ്പൊ ഇവിടെ എത്ര പ്രൈമറി ഉണ്ടെന്ന് നോക്കി. ഇതൊരു പ്രൈമറി അല്ലേ? ഇതൊരു പ്രൈമറിയാണ്. ഇതെന്താണ്? ഒരു പ്രൈമറിയാണ്. ഈ കാർബൺ ഒരു കാർബണായിട്ടേ ഉള്ളൂ. അപ്പൊ ഇത് പ്രൈമറിയാണ്. ഇതിന് ഒരു കാർബണായിട്ടേ ഉള്ളൂ. ഇതും പ്രൈമറിയാണ്. ഇതിനും ഒരു കാർബണായിട്ടേ ഉള്ളൂ. അതും പ്രൈമറിയാണ്. അപ്പൊ ടോട്ടൽ ഇവിടെ എത്ര പ്രൈമറി കാർബൺ ആറ്റംസ് ഉണ്ട്? 5 പ്രൈമറി കാർബൺ ആറ്റം ഉണ്ട്. ഓക്കെ അല്ലേ? ഇനി സെക്കൻഡറി ആരൊക്കെ ഉണ്ടെന്ന് നോക്ക്. ഇവിടെ എടുത്താൽ ഈ കാർബൺ എന്ത് ചെയ്തിട്ടുണ്ട്? 2 കാർബണായിട്ടേ ബോണ്ടുള്ളൂ. അപ്പൊ ഇതെന്താണ്? സെക്കൻഡറി ആണ്. ബാക്കി ഏതെങ്കിലും സെക്കൻഡറി ഉണ്ടോ? ഇല്ല. അപ്പൊ സെക്കൻഡറി ഒരാളുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ടെർഷറി നോക്കിയേ. ഇവിടെ ഈ കാർബൺ എടുത്താൽ 1, 2, 3 പേരായിട്ട് ബോണ്ടുണ്ട്. അപ്പൊ ഇതെന്താണ്? ടെർഷറി ആണ്. വേറെ എവിടെയെങ്കിലും ടെർഷറി ഉണ്ടോ? ഇല്ല. അപ്പൊ ടെർഷറി എത്ര പേരുണ്ട്? ഒരാളേ ഉള്ളൂ. ഇനി ക്വാട്ടർണറി നോക്കിയാലോ. ഈ കാർബൺ എടുത്ത് നോക്കി. ഈ കാർബൺ എടുത്താൽ ഇവിടെ 1, 1 കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ. 4 കാർബണായിട്ടും ബോണ്ട് ഫോം ചെയ്യുന്നില്ലേ? അപ്പൊ ഇതെന്താണ്? ക്വാട്ടർണറി ആണ്. അപ്പൊ ക്വാട്ടർണറി ആയിട്ടുള്ള എത്ര പേരുണ്ട്? ഒരാള്. അപ്പൊ 5 പ്രൈമറി, 1 സെക്കൻഡറി, 1 ടെർഷറി, 1 ക്വാട്ടർണറി. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 12. ഇനി IUPAC നെയിം ഓഫ് ദി കോമ്പൗണ്ട് ഹാവിംഗ് ഫോർമുല ഇസ്. അതായത് ഈ ഒരു കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ. നമുക്ക് ആദ്യം അതിന്റെ റെപ്രസെന്റേഷൻ വരച്ചു നോക്കാം. റെപ്രസെന്റേഷൻ തന്നിട്ടുണ്ട്. ഇതിൽ തന്നെ നമ്പറിംഗ് ഇട്ട് കൊടുക്കാം. ഇവിടെ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെ സെലക്ട് ചെയ്യും? ഇവിടെ നിന്ന് തുടങ്ങാം. 1, 2, 3, 4, 5. വേറെ എങ്ങോട്ട് പോയാലും 4 എണ്ണം വരെയല്ലേ വരുന്നുള്ളൂ. അപ്പൊ ഇത് തന്നെയാണ് ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് എന്താ? ഈ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ വരണം അല്ലേ? അപ്പൊ 1, 2, 3, 4, 5. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നോക്കി. 3യിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ടടാ? 3യിൽ 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. 3യിൽ എത്ര മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്. അപ്പൊ പേര് എഴുതുമ്പോൾ എങ്ങനെ പറയാം? 3 എന്താണ്? ഡൈമീഥൈൽ. 3 ഡൈമീഥൈൽ. ഇനി ഏതാ ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 5 പേരുണ്ട്. അപ്പൊ 3 ഡൈമീഥൈൽ പെന്റ് എന്തെന്ന് വരും? അതിന്റെ ഫസ്റ്റിൽ ഡബിൾ ബോണ്ട് പെന്റ് 1 എന്ന് വരും. ഓക്കെ ഓക്കെ അല്ലേ? 3 ഡൈമീഥൈൽ പെന്റ് 1E. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 13. IUPAC നെയിം ഓഫ് ദ CH3 3C CH ഡബിൾ ബോണ്ട് CH2. ഇതിനെ റെപ്രസെന്റ് ചെയ്ത് നോക്കാം. CH3C CH3. ആ സിയുടെ കൂടെ 3 CH3 ഉണ്ടാവും. CH3. ഇനി സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? ഇനി ഇതിന്റെ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ എടുക്കണം. അതേതാ? ഈ നേരെ കിടക്കുന്നതിനെ എടുത്തോട്ടെ. ഇങ്ങനെ എടുത്താലും 4 വരും, ഇങ്ങനെ എടുത്താലും 4 വരും. അപ്പൊ ഇത് തന്നെ നമുക്ക് എടുക്കാം. ഇനി നമുക്ക് നമ്പറിംഗ് പേരെഴുതുക. പേര് എഴുതുമ്പോൾ ഡബിൾ ബോണ്ട് മിനിമം നമ്പർ ആണ്. അപ്പൊ 1, 2, 3, 4. ഇനി പേര് എഴുതിക്കേ. 3 ഡൈമീഥൈൽ. 3 ഡൈമീഥൈൽ എന്തെന്ന് വരുവാടാ? ബ്യൂട്ട്. അതിന്റെ ഫസ്റ്റില് എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. ബ്യൂട്ട് 1E എന്ന് വരും. 3 ഡൈമീഥൈൽ ബ്യൂട്ട് 1E. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. Which of the following represents 3-methyl penta-1,3-diene? ഇതിൽ ഏതാണ് 3-methyl penta-1,3-diene സ്ട്രക്ചർ എന്നാണ് പറയുന്നത്. അത് നമുക്ക് ഓരോന്നിന്റെ പേര് എഴുതാം. ഫസ്റ്റിന്റെ പേര് എഴുതിയാൽ ആദ്യം നമുക്ക് റെപ്രസെന്റേഷൻ വരയ്ക്കാം. CH2 ഡബിൾ ബോണ്ട് CH. അതിന്റെ കൂടെ എത്ര CH2 ഉണ്ട്? 2 CH2 ഉണ്ട് ഇങ്ങോട്ട് അല്ലെ? അപ്പൊ CH2 CH3 ഇങ്ങനെയല്ലേ വരുന്നത്? ആ CHന്റെ കൂടെ ഇപ്പുറത്ത് എന്തുണ്ട്? 2 CH2 ഉണ്ട്. അപ്പം CH2 ഡബിൾ ബോണ്ട് CH CH2 CH3. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിന്റെ പേര് എഴുതി എങ്ങനെ വരും? നമുക്ക് നമ്പറിന് ഇട്ട് കൊടുക്കാൻ. ഡബിൾ ബോണ്ടിന് മിനിമം നമ്പറാണ്. അപ്പൊ 1, 2, 3, 4, 5. ഇനി എങ്ങനെ എഴുതാം? പെന്റ് 1E എന്ന് എഴുതാം. പെന്റ് 1E.
ഓക്കെ അല്ലേ? ഓക്കെ, ഇത് ഫസ്റ്റ് വൺ ആയിരുന്നു. അടുത്ത ആളെ വരച്ചു നോക്ക്. CH2 ഡബിൾ ബോണ്ട് CH, പിന്നെ എന്തുണ്ട്, പിന്നെ ഒരു CH, അതിൻ്റെ കൂടെ ഒരു CH3, പിന്നെ CH2 CH3. ഇതല്ലേ? ഇതാണ്. ഇനി ഇതിന് പേരിടണമെങ്കിൽ ഡബിൾ ബോണ്ട് മിനിമം നമ്പർ വരുന്ന രീതിയിൽ നമുക്ക് നമ്പറിങ് ഇട്ട് കൊടുക്കാം. 1 2 3 4 5. ഇനി പേരെഴുതുക. 3-methyl പെന്റ് എന്ത് വരും? 1-ene എന്ന് വരും. 1-ൽ മാത്രമല്ലേ ഡബിൾ ബോണ്ട് ഉള്ളൂ. പെന്റ് 1-e. ഇനി മൂന്നാമത്തെ എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 3 CH3 CH ഡബിൾ ബോണ്ട് C, അതിൻ്റെ കൂടെ ഒരു CH3, പിന്നെ CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യാം? ഇതിന് നമ്പറിങ് ഇട്ട് കൊടുക്കാം. നമ്പറിങ് ഇട്ട് കൊടുക്കുമ്പോൾ ഡബിൾ ബോണ്ട് മിനിമം നമ്പർ വരണ്ടേ? ഇങ്ങനെ പോയാൽ എന്ത് വരും? 1 2 3 4 5 എന്ന് വരും. 2-ലും 5-ലും ആവും. ഇങ്ങനെ പോയാലോ 1 2 3 4 എന്ന് വരും. 1-ലും 3-ലും ആവും. അപ്പം ഇങ്ങനെയല്ലേ നമ്പറിങ് കൊടുക്കുന്നത്? അപ്പോൾ 1 2 3 4 5. ഇനി പേരെഴുതിക്കേ. 3-methyl എന്താണ്? പെന്റ്. എത്ര ഡബിൾ ബോണ്ട് ഉണ്ട്? 2 എണ്ണം ഉണ്ട്. 1-ലും 3-ലും ഉണ്ട്. 1 പെന്റ് 1 3-diene. ഓക്കെ അല്ലേ? അപ്പം മൂന്നാമത്തെ പേര് നമ്മൾ എഴുതി. ഇനി നാലാമത്തെ എഴുതിക്കേ. CH3 CH ഡബിൾ ബോണ്ട് C CH3 CH3. ഇതിന്റെ പേര് എഴുതി എങ്ങനെ വരും? ആദ്യം നമുക്ക് നമ്പറിങ് ഇട്ട് കൊടുക്കാം. നമ്പറിങ് ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെ വരുവാടാ? നമുക്ക് എങ്ങനെ കൊടുക്കാം നമ്പറിങ്? 1 2 3 4 എന്ന് കൊടുക്കാം. അപ്പം ഡബിൾ ബോണ്ട് മിനിമം നമ്പറാ. ഈ CH3ക്ക് മിനിമം നമ്പർ വന്നു. ഇനി പേര് എഴുതി എങ്ങനെ വരും? 2-methyl ഫാമിലി ഏതാ? ബ്യൂട്ട് 2-e. ഇനി ഇവിടുന്ന് നമ്മുടെ ആൻസർ ഏതാന്ന് പറഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 3-methyl penta 1,3 എന്നുള്ള സ്ട്രക്ചർ ഏതാന്നാ ക്വസ്റ്റ്യൻ. അപ്പൊ ഇവിടെ നോക്കിയാ, ഇവിടെ നോക്ക്, ഇതല്ലേ 3-methyl penta 1,3-diene. അപ്പൊ ഏത് ഒരു ആൻസർ? ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. C ആയിരുന്നു എന്ത്? 3-methyl penta 1,3-diene. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 15. The correct IUPAC name of the compound is. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കറക്റ്റ് IUPAC നെയിം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ആദ്യം നമുക്ക് ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ അവിടെ എന്താണ്? ഡബിൾ ബോണ്ടിനും അല്ലെങ്കിൽ സഫിക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് മിനിമം നമ്പർ വേണം. ഇവിടെ നമുക്ക് മനസ്സിലായി ഈ ഒരു ഇതാണ് എന്ത്? ലോങ്ങസ്റ്റ് കാർബൺ ചെയിൻ എന്ന് മനസ്സിലായി. അതിന് ഇവിടുന്ന് നമ്പർ കൊടുത്താൽ ഇതിനൊക്കെ എന്ത് ചെയ്യും? മിനിമം നമ്പർ ആയിരിക്കും വരുന്നത്? അല്ല. അത് നമ്മൾ ഇവിടുന്ന് നമ്പറിങ് ചെയ്ത് വരും. അപ്പോൾ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 10 കാർബൺ ഉണ്ട് നമുക്ക് മനസ്സിലായി. ഇനി നോക്കി, 3-ലൊരു മീഥൈൽ ഉണ്ട്, 5-ലും 6-ലും എന്തുണ്ട്? 2 ഈഥൈൽ ഗ്രൂപ്പ്സ് ഉണ്ട്, 4-ലൊരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പോൾ നമ്മൾ പേര് എങ്ങനെ എഴുതാം? ആദ്യം ഈഥൈൽ അല്ലേ ആൽഫബറ്റിക് ഓർഡറിൽ മുമ്പിൽ വരുന്നത്. അപ്പോൾ 5,6-diethyl 5,6-diethyl. പിന്നെ എന്തെഴുതും? 3-ല് മീഥൈൽ, 3-methyl. ഇനി ഏതാ ഗ്രൂപ്പ്? ഡെക്ക് അല്ലേ? 10 അല്ലേ? അപ്പൊ ഡെക്ക്. അപ്പൊ 3-methyl ഡെക്ക്. ഇനി 4-ൽ എന്തുണ്ടടാ? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ ഡെക്ക് 4-ene എന്ന് വരും. ഓക്കെ അല്ലേ? 5,6-diethyl 3-methyl ഡെക്ക് 4-ene. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ B ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 16. The correct decreasing order of priority for the functional groups of organic compounds in the IUPAC system of nomenclature is. അതായത് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റിയുടെ ഡിക്രീസിങ് ഓർഡറിൽ എഴുതാനാ പറഞ്ഞിട്ടുള്ളൂ. ഇവിടെ ഏതാ കറക്റ്റ് ഡിക്രീസിങ് ഓർഡർ? ആദ്യം ഏതാ വരുന്നത്? COH അല്ലെ? COH, പിന്നെ ഏത് വരും? SO3H, പിന്നെ CONH2, പിന്നെ CHO. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ? ഓപ്ഷൻ D is the right answer. Next question. Question number 17. Which of the following compounds is not correctly matched with its IUPAC name? തന്നിട്ടുള്ള കോമ്പൗണ്ട്സിൽ ഏതാണ് കറക്റ്റ്ലി IUPAC നെയിം ആയിട്ട് മാച്ച് ചെയ്യാത്തതെന്ന ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കി, CH3 CH2 CH2 COO CH2 CH3. ഇതിന്റെ കറക്റ്റ് പേരിൽ തന്നിട്ടുള്ള ഈഥൈൽ ബ്യൂട്ടനോയേറ്റ്. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ എന്താണ്? കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കുക, CH3 CH CH3 CH2 CHO. ഇതിന്റെ പേര് എങ്ങനെ കൊടുക്കുന്നത്? 1 2 3 4. 3-methyl എന്തെന്ന് വരും? ബ്യൂട്ടനാൾ എന്ന് വരും. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. അപ്പൊ ബി എന്താ? കറക്റ്റ് ആണ്. ഇനി സി നോക്ക്, സിയിൽ പേര് എങ്ങനെ ആയിരിക്കുംടാ? നമ്മൾ ഇവിടുന്ന് പോയാലും 3 ആണ്, ഇവിടുന്ന് വന്നാലും ഇത് 3-ലാണ്. അപ്പൊ ഇവിടുന്ന് പോയാൽ എന്ത് ചെയ്യും? ഇതിന് മിനിമം നമ്പർ വരും. അപ്പൊ 1 2 3 4 5. അപ്പൊ എങ്ങനെ എഴുതാം? 2-methyl pentan-3-on. അതും കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. IUPAC നെയിം. ഇനി നാലാമത്തെ ഓപ്ഷൻ നോക്കി. നാലാമത്തെ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ പേര് കൊടുക്കടാ? നമുക്ക് OH എന്ത് വരണം? മിനിമം നമ്പർ വരണം. അപ്പൊ നമ്മൾ 1
2 3 4 ഇങ്ങനെയല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആൻസർ ഏത് വരും? 3 മീഥൈൽ എന്ത് വരും? ബ്യൂട്ടാൻ 2 ഓൾ എന്ന് വരും. 3 മീഥൈൽ ബ്യൂട്ടാൻ 2 ഓൾ എന്ന് വരുന്നുണ്ട്. പക്ഷെ ആൻസർ എന്ത് കൊടുത്തത്? 2 മീഥൈൽ ബ്യൂട്ടാൻ 3 ഓൾ എന്ന്. അപ്പൊ അതല്ലേ ഇൻകറക്റ്റ്. എങ്ങനെയാണ് ഇതിന്റെ പേര് വരണ്ടേ? 3 മീഥൈൽ ബ്യൂട്ടാൻ 2 ഓൾ ഇങ്ങനെയായിരുന്നു വരണ്ടേ. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ ഡി അല്ലേ. സോ ഇവിടെ ആൻസർ ചെയ്ത ഒരു ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. Question number 18. The correct representation of 4-hydroxy 2-methyl pent 2-in-1 all is. അതായത് ഇതിൻ്റെ അകത്ത് ഏതാണ് 4-hydroxy 2-methyl pent 2-in-1 ആളിന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ എന്ന്. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എഴുതി നോക്കാം. ഇവിടെ പേരിടുമ്പോൾ എങ്ങനെ ഇടും? CHOയ്ക്ക് എന്ത് വരണം? മിനിമം നമ്പർ വരണം. അപ്പൊ അതിലെ പ്രയോറിറ്റി ഓർഡറിൽ ഫസ്റ്റ് ചെയ്യുന്ന OHനേക്കാളും. അപ്പൊ 1 2 3 4 5. ഇനി പേരെഴുതിക്ക് ഇതിന്റെ 4ൽ എന്തുണ്ട്? ഒരു ഹൈഡ്രോക്സി ഉണ്ട്, 2ൽ മീഥൈൽ ഉണ്ട്. അപ്പൊ ആൽഫബറ്റിക്കലി ആരാദ്യം വരുന്ന? ഹൈഡ്രോക്സി ആണ്. അപ്പൊ 4 ഹൈഡ്രോക്സി എന്തെന്ന് വരും? 2 മീഥൈൽ. ഇനി എത്ര ഫാമിലി? പെന്റ്. അപ്പൊ പെന്റ്. അതിൻ്റെ അകത്ത് രണ്ടാമത്തിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ പെന്റ് 2 ഈൻ. ഫസ്റ്റിൽ എന്തുണ്ട്? ആൾഡിഹൈഡും ഉണ്ട് 1. ഇതല്ലേ നമ്മുടെ ക്വസ്റ്റ്യൻ. 4 ഹൈഡ്രോക്സി 2 മീഥൈൽ പെന്റ് 2-in-1 ഏതായിരുന്നു? അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 19. The correct name of CH3CH2C double bond CHCnCHO is. ഇതിന്റെ കറക്റ്റ് IUPAC നെയിം എഴുതാനാ പറഞ്ഞിട്ടുള്ളത്. CNും CHOയും COയും ഇതിൽ പ്രിഫറൻസ് ആർക്കായിരിക്കും കൂടുതൽ? CNനായിരിക്കും. പിന്നെ ആര് വരും? CHOയ്ക്ക് വരും. പിന്നെ ആരുള്ളൂ? C ഡബിൾ ബോണ്ടോ ഉള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ നമ്പറിങ് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇട്ട് കൊടുക്കൂടാ? CN എന്ത് വേണം? ആ കാർബൺ ചെയിനിൽ വേണം. അപ്പൊ 1 2 3 4 5 ഇങ്ങനെയല്ലേ നമ്മൾ നമ്പർ ഇട്ട് കൊടുക്കുന്നത്. അതെ. ഇനി നോക്ക്, രണ്ടാമത്തെ എന്താ കാർബണിൽ എന്തുണ്ട്? ഒരു CHO ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പേര് എഴുതും? തന്നെ 2-4-മൈൽ എന്ന് എഴുതാം. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് 2-4-മൈൽ. മൂന്നാമത്തിൽ എന്തുണ്ട്? ഓക്സോ ഉണ്ട്. അപ്പൊ 2-4-മൈൽ 3 ഓക്സോ. ഇനി എന്തോ ഉള്ളത്? പെന്റ. 5 ഇല്ല. അപ്പൊ പെന്റ എന്തുണ്ട്? നൈട്രൈൽ. CNL ഫങ്ഷണൽ ഗ്രൂപ്പ്. അപ്പൊ പെന്റ നൈട്രൈൽ എന്ന് വരും. അപ്പൊ 3 ഓക്സോ പെന്റ എന്ത് വരും? പെന്റേൻ നൈട്രൈൽ. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇതിന്റെ കറക്റ്റ് IUPAC നെയിം എങ്ങനെയാ? 2-4-മൈൽ. രണ്ടാമത്തിൽ ഒരു 4-മൈൽ. മൂന്നാമത്തിൽ ഒരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ ആൽഫബറ്റിക്കലി F തന്നെ ആദ്യം വരുന്നത്. അപ്പൊ 2-4-മൈൽ 3 ഓക്സോ പെന്റേൻ നൈട്രൈൽ. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 20. ഇത് IUPAC നെയിം ഓഫ്. ഇതിന്റെ IUPAC നെയിം എഴുതണം അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം എന്തെടുക്കും? COCl ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടെ ഉള്ള അതിന് മിനിമം നമ്പർ കൊടുക്കും. 1 2 3 4 5. ഇനി 2ലും 3ലും എന്തുണ്ട്? 2 മീഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതാം? 2-3 ഡൈമീഥൈൽ. 2-3 ഡൈമീഥൈൽ. അതുവരെ ഓക്കെ അല്ലേ? 2-3 ഡൈമീഥൈൽ. ഇത് എത്ര പേരാ ഉള്ളത്? ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ 5 ഉണ്ട്. അപ്പൊ ഇവിടെ ഫസ്റ്റിൽ എന്തുണ്ട്? ഒരു ക്ലോറൈഡ്. അതായത് എന്തുണ്ട്? COCl ഗ്രൂപ്പ് ഉണ്ട്. എന്തുണ്ടടാ? COCl ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെ പേര് എഴുതും? 2-3 ഡൈമീഥൈൽ പെന്റനോയിൽ ക്ലോറൈഡ് എന്ന് എഴുതും. എന്തെഴുതും? പെന്റനോയിൽ ക്ലോറൈഡ്. 2-3 ഡൈമീഥൈൽ പെന്റനോയിൽ ക്ലോറൈഡ് എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 21. കറക്റ്റ് റെപ്രസെന്റേഷൻ ഓഫ് 3-methyl pent 3-in-2-ol is. അതായത് 3-methyl pent 3-in-2-olന്റെ കറക്റ്റ് റെപ്രസെന്റേഷൻ ഏതെന്നാ ക്വസ്റ്റ്യൻ. നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ. അതിനെങ്ങനെയാണ് നമ്മൾ പേര് കൊടുക്കുന്നത്? ഇവിടെ OH ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്. പ്രിഫറൻസ് ആർക്കാ കൂടുതൽ? OHനാണ്. അപ്പോൾ 1 2 3 4 5. ഇനി പേര് കൊടുത്ത് നോക്കി. 3ൽ എന്തുണ്ടടാ? മീഥൈൽ ഉണ്ട്. അപ്പോൾ 3-methyl. ഇനി എന്താ? പെന്റ് അല്ലേ ഗ്രൂപ്പ്? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ പെന്റ് ആണ്, 5 ആണ്. അപ്പൊ പെന്റ് എന്തെന്ന് വരും? അതിന്റെ 3ൽ ഡബിൾ ബോണ്ട് ഉണ്ട്. 3-in. രണ്ടാമത്തേൽ OH 2-ol. ഇത് തന്നെയല്ലായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. 3-methyl pent 3-in-2-olന്റെ സ്ട്രക്ചർ ഏതാണെന്ന്. അതെ. അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? ക്ലിയർ. സെക്കൻഡിന്റെ ആണെങ്കിൽ എങ്ങനെ പേര് വരുമെന്ന് നോക്കേ. നമ്മൾ ഇവിടെ 1 2 3 4 ഇങ്ങനെയല്ലേ നമ്പറിങ് കൊടുക്കുമ്പോൾ എങ്ങനെ വരും? 2-2 ഡൈമീഥൈൽ. 2-2 ഡൈമീഥൈൽ എന്നു വരും. 4ല്ലേ ഗ്രൂപ്പ്? ബ്യൂട്ട്
ഇനി രണ്ടിൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. 2 1ൽ OH ഇടും. 1O ഇങ്ങനെയല്ലേ വരുന്നത്? അതെ. ഇനി മൂന്നാമത്തെ ആണെങ്കിൽ എങ്ങനെ പേര് എഴുതും? മൂന്നാമത്തെ പേര് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 1 2 3 4. ഇതിന് എങ്ങനെ പേര് കൊടുക്കും? ഇവിടുന്ന് നമ്പറിങ് ഇട്ടാൽ 1 2 3, ഇവിടെ 3 വരും. ഇവിടുന്ന് നമ്പറിങ് ഇട്ടാൽ ഇവിടെ 3 വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡബിൾ ബോണ്ടോടെ കൺസിഡർ ചെയ്ത് ഇവിടുന്ന് നമ്പർ ഇടാം. 1 2 3 4 5. ഇനി പറഞ്ഞേ, 4ൽ എന്തുണ്ട്? മീഥൈലുണ്ട്. 4 മീഥൈൽ. പിന്നെയോ എത്രയാ ലോങ്സ്റ്റ് കാർബൺ ചെയിൻ? പെന്റ് അല്ലേ? പെന്റ്. 2ൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. 2 3ൽ എന്തുണ്ട്? ഓൾ ഉണ്ട്. 3 ഓൾ. ഓക്കെ അല്ലേ? ഇങ്ങനെ ആയിരിക്കും എന്ത്? സിയുടെ പേര് വരുന്നത്. അപ്പോൾ ഇത് ഓരോന്നിൻ്റെയും പേര്, അത് എ, ഇത് ബി, ഇത് സി. ഇനി ഡിയുടെ പേര് എങ്ങനെ വരുമെന്ന് നോക്കി. ഡിയുടെ പേര് എഴുതുമ്പോൾ OHന് മിനിമം നമ്പർ വേണം. അപ്പോൾ 1 2 3 4 5. ഇനി പറ, 3ൽ എന്തുണ്ട്? മീഥൈലുണ്ട്. 3 മീഥൈൽ. ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ 5 അല്ലേ? അപ്പോൾ പെന്റ്. 2ൽ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. 2 2ൽ തന്നെ OH ഗ്രൂപ്പ്. 2 ഓൾ. ഓക്കെ അല്ലേ? അപ്പോൾ ഏതിൻ്റെ ആയാലും നമുക്ക് എന്ത് ചെയ്യാം? പേര് എഴുതാൻ അറിയാമല്ലോ ഇപ്പോൾ. ഓക്കെ. അപ്പോൾ ഇവിടെ ആൻസർ ചെയ്താൽ ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 22. Which of the following IUPAC names is not correctly matched? തന്നിട്ടുള്ളതിൽ ഏതിൻ്റെ IUPAC നെയിമാണ് കറക്റ്റ്ലി മാച്ച് ചെയ്യാത്തതെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? ഫസ്റ്റിൻ്റെ പേര് എന്തോ കൊടുത്തിട്ടുള്ളത്? സൈക്ലോപെൻറ്റേൻ. നോക്ക്, 1 2 3 4 5. സൈക്ലോപെൻറ്റേൻ തന്നെ അല്ലേ? അതെ, അത് കറക്റ്റാണ്. രണ്ടാമത് നോക്കി, ക്ലോറോ സൈക്ലോഹെക്സേൻ. അതും കറക്റ്റ് അല്ലേ? 1 2 3 4 5 6. സൈക്ലോഹെക്സേൻ അതിലൊരു ക്ലോറോ, അപ്പോൾ ക്ലോറോ സൈക്ലോഹെക്സേൻ. ഇനി മൂന്നാമത്തെ പേര് നോക്കിയടാ. മൂന്നാമത്തെ പേര് 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ. അതാണോ ഇത്? 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സ്ട്രക്ചർ എങ്ങനെ വരണമായിരുന്നു? ആ സൈക്ലോഹെക്സേനിൽ തന്നെ എന്ത് വരണമായിരുന്നു? 2 ബോണ്ട് വരണമായിരുന്നു. ഇങ്ങനെ വരണമായിരുന്നു. 2 മീഥൈൽ ഗ്രൂപ്പ് സൈക്ലോഹെക്സേനിൽ തന്നെ വരണമായിരുന്നു. എനിക്ക് ഇതിനെ എന്തെന്ന് വിളിച്ചേനെ? 1,1 ഡൈമീഥൈൽ സൈക്ലോഹെക്സേൻ എന്ന് വിളിച്ചേനെ അല്ലേ? ഇതപ്പോൾ എന്ത് വിളിക്കും? ഇതൊരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് അല്ലേ ഈ സൈക്ലോഹെക്സേനിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനെ എങ്ങനെ നമ്മുടെ ഇതിന്റെ IUPAC നെയിം എങ്ങനെ എഴുതിയെന്നറിയാവോ? പ്രൊപ്പാൻ എന്തെന്ന് എഴുതും? പ്രൊപ്പാൻ 2YL സൈക്ലോഹെക്സേൻ എന്ന് എഴുതും. പ്രൊപ്പാൻ 2YL സൈക്ലോഹെക്സേൻ. പ്രൊപ്പാൻ 2YL സൈക്ലോഹെക്സേൻ. ഓക്കെ അല്ലേ? ഇതെങ്ങനെ പ്രൊപ്പാൻ 2YL സൈക്ലോഹെക്സേൻ? പ്രൊപ്പാൻ്റെ, അതായത് ഇത് പ്രൊപ്പൈൻ ഗ്രൂപ്പാണ്. ആ പ്രൊപ്പൈൻ്റെ 1 2 3 3ൽ എന്തുണ്ട്? സൈക്ലോഹെക്സേൻ ഉണ്ട്. അപ്പോൾ പ്രൊപ്പാൻ 2YL സൈക്ലോഹെക്സേൻ എന്ന് എഴുതും. ഓക്കെ അല്ലേ? ഇതായിരുന്നു എന്ത്? ഇതിൻ്റെ IUPAC നെയിം വരുന്നത്. അപ്പോൾ ഇവിടെ ഇൻകറക്റ്റ്ലി ഉള്ളത് ഏതാ? ഓപ്ഷൻ സി ആണ്. സോ ഇത് ആൻസർ ഏതാ? ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ. നമുക്ക് കിട്ടി. ഇനി ഡി ഗ്രൂപ്പ് നോക്കി, 3 നൈട്രോ സൈക്ലോഹെക്സീൻ. അതും കറക്റ്റ് അല്ലേ? ഇവിടെ നോക്കുകയാണെങ്കിൽ 3ൽ 1 2 3. അപ്പോൾ മൂന്നാമത്തെ നൈട്രോ ഗ്രൂപ്പ് എന്താണ്? സൈക്ലോഹെക്സീൻ. അപ്പോൾ ഈ ഡി എന്താണ്? കറക്റ്റ് IUPAC നെയിം ആണ്. ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 23. ഇത് കറക്റ്റ് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഇസ്. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കറക്റ്റ് IUPAC നെയിം എന്താണെന്നാ ചോദ്യം. ഇവിടെ COH ഗ്രൂപ്പ് ഉണ്ട്, C ഡബിൾ ബോണ്ടോ ഉണ്ട്, CHO ഉണ്ട്. ആർക്കാ പ്രിഫറൻസ് കൂടുതൽ? COOHനാണ്. പിന്നെ ആര് വരും? COOH കഴിഞ്ഞാൽ CHO വരും. പിന്നെ ആര് വരും? C ഡബിൾ ബോണ്ടോയും വരും. അപ്പം നമുക്ക് ഫസ്റ്റ് നമ്പറിങ് കൊടുക്കുമ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കേണ്ട ആർക്കാ? COHനാണ്. അപ്പം ഇതിന് 1 എന്ന് ഇട്ട് കൊടുത്തു. ഇനി 2 ഇവിടെ ഇട്ട് കൊടുത്താൽ 3 4, ഇത് 4 വരും. ഇവിടെ 2 ഇട്ട് കൊടുത്താൽ 2 3 4 വരും. അപ്പം എങ്ങനെയായാലും ഇത് 4 ആ വരുന്നത്. അപ്പം നമുക്ക് ഈ ഒരു CO ഗ്രൂപ്പിനോടെ കൺസിഡർ ചെയ്ത് ഇവിടെ 2 കൊടുക്കാം. 2 3 4. ഇനി ഇതിന്റെ പേര് എങ്ങനെ വരുമെന്ന് പറഞ്ഞേ? 4ൽ എന്തുണ്ടടാ? CH ഉണ്ട്. അതായത് 4ൽ ഒരു ഫോർമൈൽ ഗ്രൂപ്പ് ഉണ്ട്. 2ൽ എന്തുണ്ട്? ഒരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്. ആദ്യം ആരും ഒരു ആൽഫബറ്റിക് ഓർഡറിൽ F വരും. അപ്പൊ പേര് എഴുതുമ്പം 4 ഫോർമൈൽ എന്ന് വരും. 2 ഓക്സോ, 2ൽ ഓക്സോ, 2 ഓക്സോ എന്ന് വരൂടാ. സൈക്ലോ ഹെക്സനോയിക് ആസിഡ്. സൈക്ലോഹെക്സേൻ അല്ലെങ്കിൽ സൈക്ലോഹെക്സനോയിക് ആസിഡ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ് എന്ന് എഴുതാം. സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ്. ഓക്കെ അല്ലേ? 4 ഫോർമൈൽ 2 ഓക്സോ സൈക്ലോഹെക്സേൻ കാർബോക്സിലിക് ആസിഡ്. അപ്പൊ ആൻസർ ചെയ്തൊരു ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 24. The correct IUPAC name of the following compound is. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കറക്റ്റ് IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ അല്ലേ? ഇവിടെ CL ഉണ്ട്, C2H5 ഉണ്ട്, OH ഉണ്ട്. ആർക്കായിരിക്കും ഇവിടെ പ്രിഫറൻസ് കൂടുതൽ വരുന്നത്? നമുക്കറിയാം നമ്മുടെ OH ഗ്രൂപ്പിനാണ് പ്രിഫറൻസ് ഉള്ളത്. അപ്പോൾ ഇവിടെ 1, ഇത് 2, ഇത് 3, ഇത് 4. ഇനി പേര് എഴുതുമ്പോൾ എങ്ങനെ എഴുതും? 4ൽ ഒരു ക്ലോറോ ഉണ്ട്, 3ൽ ഒരു എന്തുണ്ട്? ഈഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. C2H5 എന്ന് പറഞ്ഞാൽ ഈഥൈലാണ്. അപ്പോൾ ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആര് വരും? ക്ലോറോ ഗ്രൂപ്പ് വരും. അപ്പോൾ നമുക്ക് എഴുതാം 4 ക്ലോറോ 3 ഈഥൈൽ എന്നു വരും.
സൈക്ലോ എന്താണ് ഹെക്സനോൾ, സൈക്ലോ ഹെക്സനോൾ. അപ്പൊ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 25. ഇത് IUPAC നെയിം ഓഫ് ദ കോമ്പൗണ്ട് ഷോൺ ബിലോ ഈസ്. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഇവിടെ നമ്മൾ എങ്ങനെ പേര് കൊടുക്കാം? നമുക്ക് ഡബിൾ ബോണ്ടിന് മിനിമം നമ്പർ വരണം. അപ്പൊ നമുക്ക് എങ്ങനെ കൊടുക്കാം? 1 2 3 4 5 6. ഇനി പറ, 1 ക്ലോറോ ഉണ്ട്, 3 ബ്രോമോ ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആര് വരും? ബ്രോമിൻ വരും. അപ്പൊ 3 ബ്രോമോ പിന്നെ എന്ത് വരും ഇവിടെ? 1 ക്ലോറോ. 3 ബ്രോമോ 1 ക്ലോറോ സൈക്ലോ ഹെക്സീൻ. ഡബിൾ ബോണ്ട് ഇല്ലേ, അതുകൊണ്ട് സൈക്ലോ ഹെക്സീൻ. 3 ബ്രോമോ 1 ക്ലോറോ സൈക്ലോ ഹെക്സീൻ. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് Question number 26. Match the compounds given in column 1 with column 2 and IUPAC name. Column 1 with the IUPAC names given in column 2 and mark the appropriate choice. അതായത് തന്നിട്ടുള്ള കോമ്പൗണ്ട്സിനെ അവരുടെ IUPAC നെയിം ആയിട്ട് കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യണമെന്നാ ക്വസ്റ്റ്യൻ. ഓക്കെ അല്ലേ? നമുക്ക് ഓരോരുത്തരുടെയും പേര് എഴുതാം. ഫസ്റ്റ് 1 എടുക്കാം. ഫസ്റ്റ് 1 എടുക്കുമ്പോൾ ഡബിൾ ബോണ്ടിന് മിനിമം നമ്പറിങ് വരണം. അപ്പൊ 1 2 3 4 5 6. ഇനി പേരൊന്ന് പറയാൻ നോക്കി. 3 2 മീതയിലുണ്ട്, 5 1 മീതയിലുണ്ട്. അപ്പൊ നമുക്ക് ആദ്യം എങ്ങനെ എഴുതാം? 3 3 5 എന്ത് വരും? ട്രൈമീതൈൽ. 3 3 5 ട്രൈമീതൈൽ. പിന്നെ എന്താ ഉള്ളത്? 3 3 5 ട്രൈമീതൈൽ. 1 ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്, ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ ആരുണ്ട്? അപ്പൊ എക്സ് എന്തെന്ന് വരും? 1 ഈൻ. 2 ഒരു OH ഗ്രൂപ്പ് ഉണ്ട്, 2 ഓൾ. ഇതല്ലേ ഒന്നാമത്തെ പേര്. എയുടെ പേര് ഇങ്ങനെ വരും. 3 3 3 5 ട്രൈമീതൈൽ എക്സ് 1 ഈൻ 2 ഓൾ. അപ്പൊ ഏത് വരും ഇടാ? A3 എന്ന് വരും. ഏത് വരും? 3 എന്ന് വരും. A3 വരുന്ന എത്ര ഓപ്ഷൻ ഉണ്ട്? ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ആൻസർ ഏതാന്ന് നമുക്ക് മനസ്സിലായി. ഓപ്ഷൻ ഡി ആണെന്ന് മനസ്സിലായി. ബാക്കിയുള്ളവരുടെ പേരൂടെ നമുക്ക് നോക്കാം. ബി നോക്കി. ബിക്ക് നമുക്ക് എങ്ങനെ പേര് കൊടുക്കും? ഇവിടെ ഒരു CO ഗ്രൂപ്പ് ഉണ്ട്, OH ഗ്രൂപ്പ് ഉണ്ട്. പ്രിഫറൻസിന് ആരാദ്യം വരും? CO ഗ്രൂപ്പ് വരും. അപ്പൊ നമുക്ക് 1 2 3 4 5 ഇങ്ങനെയല്ലേ നമ്മൾ പേര് കൊടുക്കുന്നത്? അതെ. ഇനി പറഞ്ഞേ, 4 ഒരു മീതയിലുണ്ട്, 4 ഒരു ഹൈഡ്രോക്സി ഗ്രൂപ്പ് ഉണ്ട്. 2 എന്തുണ്ട്? ഒരു കീറ്റോണിക് ഗ്രൂപ്പും ഉണ്ട്. ഓക്കെ അല്ലേ? അപ്പൊ ഇവിടെ പേര് എങ്ങനെ വരും? 4 ഹൈഡ്രോക്സി മീതയിലും ഇല്ല. അല്ല, ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം ആര് വരും? ഹൈഡ്രോക്സി വരും. അപ്പൊ 4 ഹൈഡ്രോക്സി. ബിയുടെ പേര് എങ്ങനെ എഴുതാം? 4 ഹൈഡ്രോക്സി. പിന്നെ 4 തന്നെ മീതയിലുണ്ട്, 4 മീതൈൽ. ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ എത്ര പേരുണ്ട്? 5. അപ്പൊ പെൻഡാൻ. എന്തിലും 2 എന്തുണ്ട്? ഒരു കീറ്റോൺ ഗ്രൂപ്പ് ഉണ്ട്, 2ONe. ഇങ്ങനെയല്ലേ വരുന്നത്? അതെ. അപ്പൊ ആൻസർ ഏതാ? ബി ഏത് വരുവാടാ? ബി നമുക്ക് 4 എന്ന് വരും. ബി ഏത് വരും? 4 എന്ന് വരും. അതുകൂടെ കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി നമുക്ക് സിയുടെ പേര് എഴുതാം. എന്തിന്റെ എഴുതാം? സിയുടെ പേര് എഴുതാം. സി നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു CO ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു COOH ഗ്രൂപ്പ് ഉണ്ട്. COOH ആണോ CO ആണോ പ്രയോറിറ്റി കൂടുതൽ? COOH ഗ്രൂപ്പ് ആണ്. അപ്പൊ ഇവിടെ 1 2 3 4 5 6. ഇനി പറ, 4 ഒരു മീതയിലുണ്ട്, 5 എന്തുണ്ട്? ഒരു കീറ്റോണിക് ഗ്രൂപ്പ്, ഒരു ഓക്സോ ഗ്രൂപ്പ് ഉണ്ട്, 1 ആസിഡും ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പേര് എഴുതാം? 4 മീതയിലും 5 ഓക്സോ. അല്ല, ആൽഫബറ്റിക് ഓർഡറിൽ മീതയിൽ തന്നെ ആദ്യം വരും. അപ്പൊ 4 മീതയിൽ 5 ഓക്സോ എന്തെന്ന് വരുവാടാ? 1 ആസിഡുള്ള. അപ്പൊ എത്ര പേരുണ്ട്? 6. അപ്പൊ ഹെക്സനോയിക് ആസിഡ്. ഹെക്സനോയിക് ആസിഡ്. ഓക്കെ അല്ലേ? അപ്പൊ ആൻസർ ചെയ്താ സി ഏത് വരും? 2 എന്ന് വരും. സി ഏത് വരും? 2 എന്ന് വരും. ഇവിടെ C2 തന്നെ അല്ലേ? അതും കറക്റ്റ് ആണ്. ഇനി നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ അല്ലേ ഉള്ളൂ. ഇതിന്റെ പേരും കൂടെ അല്ലേ എഴുതാവുള്ളൂ. ഇതിന്റെ നമ്പറിങ് എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞേ. ഇവിടെ ഡബിൾ ബോണ്ട് ഉണ്ട്, അപ്പൊ ഇതിന് 1 കൊടുക്കും. 1 2 3 4 5 6 7. ഓക്കെ അല്ലേ? ഓക്കെ. ഇവിടെ 7 ഇതല്ലല്ലോ, 7 ഇവിടെ വരും. ഇവിടെ 7 ഉണ്ട്, 7 8. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി പറഞ്ഞേ, ഇവിടെ 7 ഒരു മീതയിലുണ്ട്, 3 ഒരു മീതയിലുണ്ട്. അപ്പൊ ആദ്യം നമുക്ക് എങ്ങനെ എഴുതാം? ഡി ഓപ്ഷനെ 3,7 ഡൈമീതയിൽ എന്ന് എഴുതാം. 3,7 ഡൈമീതയിൽ. അതുവരെ ഓക്കെ അല്ലേ? ഓക്കെ. 3,7 ഡൈമീതയിൽ. ഇനി ലോങ്സ്റ്റ് കാർബൺ ചെയിനിൽ 8 പേര്. അപ്പൊ ഗ്രൂപ്പ് ഏതാ? ഫാമിലി ഒക്ടാണ്. അപ്പൊ ഒക്ട എന്തെന്ന് വരും? എവിടെയൊക്കെ ഡബിൾ ബോണ്ട് ഉണ്ടെന്ന് ഇനി പറ. 1 3 6 അപ്പൊ ഒക്ട 1 3 6 എന്തെന്ന് വരും? ഇവിടെ ട്രൈ ഈൻ എന്ന് വരും. ട്രൈ ഈൻ. ഓക്കെ അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ ഏതാ? ഡി ഏത് വരും? 1 എന്ന് വരും. ഇവിടെ D1 തന്നെ അല്ലേ?
അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 27. Which of the following compounds of substituted benzene compounds is not correct? ഇതിൻ്റെ അടുത്ത് കറക്റ്റ് ആയിട്ടുള്ള IUPAC നെയിം കറക്റ്റ് അല്ലാത്തത് ഏതെന്നാ ക്വസ്റ്റ്യൻ അല്ലേ? എ ഓപ്ഷൻ നോക്കിയേ, 2-chloro-4-methyl anisole. അത് കറക്റ്റ് അല്ലേ? ഇവിടെ ഒന്നാണ്. ഇവിടെ നമ്മൾ നമ്പറിങ് ഇടുമ്പോൾ OCH3ക്ക് 1 ഇട്ട് കൊടുക്കും. 1 2 3 4. അപ്പൊ 2-chloro ആൽഫബറ്റിക് ഓർഡറിൽ ക്ലോറിൻ ആദ്യം വരും. 2-chloro-4-methyl anisole. ഇത് കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. ഇനി അടുത്ത് നോക്കി ബി നോക്കാം. ബി നോക്കുകയാണെങ്കിലോ ഇവിടെ ആർക്കാ പ്രിഫറൻസ് കൂടുതൽ? NH2 ഉണ്ട്, CH3 ഉണ്ട്, C2H5 ഉണ്ട്. ആർക്കാ പ്രിഫറൻസ് കൂടുതൽ? NH2ന്. അപ്പൊ 1 2 3 4. ഇനി നമ്പറിങ് പറഞ്ഞ് പേര് എഴുതി നോക്കിയേ. 4 ഈഥൈൽ, 4-methyl, 2-methyl അനിലിൻ. ഇത് അനിലിൻ അല്ലേ? ഈ ഒരു ഗ്രൂപ്പ് ഫുള്ള് അനിലിനാണ്. അപ്പം 4-ethyl 2-methyl അനിലിൻ. അപ്പൊ ബി ഓപ്ഷനും എന്താ? കറക്റ്റ് അല്ലേ? ബിയും കറക്റ്റ് ആണ്. എയും കറക്റ്റ് ആണ്, ബിയും കറക്റ്റ് ആണ്. ഇനി സി ഓപ്ഷൻ നോക്കി. സി ഓപ്ഷന് പേര് കൊടുക്കുകയാണെങ്കിൽ CL ഉണ്ട്, NO2 ഉണ്ട്. ആർക്കാ പ്രിഫറൻസ് കൂടുതൽ? ക്ലോറിനാണ്. അപ്പൊ നമ്പറിങ് ഇടുമ്പോൾ 1 2 3 4 5 6 ഇങ്ങനെയല്ലേ പേര് എഴുതുന്നത്, നമ്പറിങ് ഇടുന്നത്? അതെ. ഇനി ഇവിടെ പേര് എഴുതുമ്പോൾ എങ്ങനെ വരുവാടാ? 1 ക്ലോറോ ഉണ്ട്, 2 4 നൈട്രോ ഉണ്ട്. ആൽഫബറ്റിക് ഓർഡറിൽ ആരാ ആദ്യം വരുന്ന? ക്ലോറിനാണ്. അപ്പൊ 1 ക്ലോറോ എന്തെന്ന് വരും? 2,4 ഡൈനൈട്രോ ബെൻസീൻ. ബെൻസീൻ അല്ലേ ബാക്കി ആ ഫാമിലി ഗ്രൂപ്പ്? ബെൻസീൻ എന്ന് വരും. ഇങ്ങനെയാണോ പേര് കൊടുത്തത്? അല്ല. അപ്പൊ ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് പേര് കൊടുത്ത, അല്ലെങ്കിൽ കറക്റ്റ് അല്ലാതെ പേര് കൊടുത്ത് ഏതാ? ഓപ്ഷൻ സി അല്ലേ? അപ്പൊ ഇവിടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി ഇസ് ദ റൈറ്റ് ആൻസർ. ഇനി ഡിയുടെ പേരും കൂടെ നോക്കി. ഡിയുടെ പേര് നോക്കുകയാണെങ്കിൽ ഇവിടെ ആർക്കാ പ്രിഫറൻസ് ഉള്ളത്? OH ഗ്രൂപ്പിനാ പ്രിഫറൻസ് ഉള്ളത്. അപ്പൊ പേരിടുമ്പോൾ 1 2 3 4 5 6. ഇനി പറഞ്ഞേ 3 4 മീഥൈൽ. അപ്പൊ 3,4 ഡൈമീഥൈൽ. ഈ ഒരു ഗ്രൂപ്പിനെ ഫുൾ എന്തെന്നാ വിളിക്കുന്നത്? ഫീനോൾ. അപ്പൊ 3,4 ഡൈമീഥൈൽ ഫീനോൾ അല്ലേ? ഓക്കെ. ഇനി ഈ അനിസോളും ഫീനോളും അനിലിനിന്റെ സ്ട്രക്ചർ അറിയോ? അനിസോൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ബെൻസീനിലെ ഗ്രൂപ്പില്, ഒരു ബെൻസീനിൽ മുകളിൽ OCH3 അല്ലെങ്കിൽ OMe എന്നിട്ട് OCH3 എന്നാണ്. ഇതാണ് എന്ത്? അനിസോൾ. ഇത് അനിസോൾ. അനിലിനാവുമ്പോഴോ സെയിം ബെൻസീൻ ഗ്രൂപ്പില് മുകളിൽ എന്താണ്? NH2 ആണെങ്കിൽ ഇതെന്താണ്? അനിലിൻ. അനിലിൻ. ഇനി ഈ ഒരു ബെൻസീനി ഗ്രൂപ്പില് മുകളില് OH ഗ്രൂപ്പ് ആണെങ്കിൽ ഇതെന്താടാ? ഫീനോൾ. ഇത് 3 നോട്ട് ചെയ്യണം കേട്ടോ. ഇതിവിടെ ഫീനോൾ ആയിരുന്നു ഗ്രൂപ്പ്, ഇവിടെ ഏതായിരുന്നു? അനിലിൻ ആയിരുന്നു, ഇവിടെ അനിസോൾ ആയിരുന്നു. ഇവിടെ ഇൻകറക്റ്റ് ആയിട്ട് വന്നത് ഏതാ? ഓപ്ഷൻ സി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 28. Which of the following statement is or are correct? ഇതിൻ്റെ അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതെന്നാ ക്വസ്റ്റ്യൻ. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. ഈ കാർബൺ ആറ്റം ഹാവിംഗ് ആൻ sp hybridized orbital is less electronegative than carbon atoms possessing sp2 or sp3 hybridized orbital. പറഞ്ഞേ, sp ഹൈബ്രിഡ് ഓർബിറ്റലിനാണോ sp2നാണോ sp3ക്കാണോ ഇലക്ട്രോണെഗറ്റിവിറ്റി കൂടുതൽ? sp-ക്കാണ് അല്ലേ? പെർസെൻറ്റേജ് ഓഫ് s ക്യാരക്ടർ കൂടുന്നതിനനുസരിച്ച് ഇലക്ട്രോണെഗറ്റിവിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പൊ sp എന്ന് പറയുമ്പോൾ 50% s ക്യാരക്ടർ ഉണ്ട്. അപ്പൊ sp ഹൈബ്രിഡ് ഓർബിറ്റലിനായിരിക്കും എന്താ? മോർ ഇലക്ട്രോണെഗറ്റീവ് അല്ലെ? മോർ ഇലക്ട്രോണെഗറ്റീവ് ആയിരിക്കും. ആരെക്കാളും ഒക്കെ sp2നേക്കാളും sp3ക്കാളും. അപ്പൊ ഇവിടെ എ എന്താണ്? കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല, എ എന്താണ്? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ എന്ത് വരണമായിരുന്നു? മോർ എന്ന് വരണമായിരുന്നു. മോർ ഇലക്ട്രോനെഗറ്റീവ് ദാൻ കാർബൺ ആറ്റംസ് പൊസസിങ് sp2 ഓർ sp3 ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് എന്ന് വരണമായിരുന്നു. ഇവിടെ ലെസ് എന്ന് വന്നുകൊണ്ട് ഇതെന്താടാ? ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇനി സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് വായിച്ചു നോക്കി. പൈ ബോൺസ് പ്രൊവൈഡ്സ് ദ മോസ്റ്റ് റിയാക്റ്റീവ് സെന്റേഴ്സ് ഇൻ ദ മോളിക്യൂൾസ് കണ്ടെയ്നിങ് മൾട്ടിപ്പിൾ ബോൺസ്. അത് കറക്റ്റ് അല്ലേ? അതായത് മൾട്ടിപ്പിൾ ബോൺസ് ഉള്ള മോളിക്യൂൾസിൽ പൈ ബോണ്ട് ആയിരിക്കും ദ മോസ്റ്റ് റിയാക്റ്റീവ് സെന്റേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അത് കറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ ബി ഓപ്ഷൻ എന്താണ്? കറക്റ്റ് ആണ്. ഇനി സി നോക്കിക്കേ. ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോൺസ് ഇൻ കോമ്പൗണ്ട് CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH CH3 ആർ 7 and 2 റെസ്പെക്റ്റീവ്ലി. അതിന്റെ സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഒന്ന് വായിച്ചു നോക്കാം. CH2 CH ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് CH. ഇനി എന്തുണ്ട്? CH3 ഉണ്ട്. CH പറഞ്ഞേ, ഇവിടെ എത്ര സിഗ്മയുണ്ട്? 1 2 3 4 5 6 7 8 9.
9 സിഗ്മയുണ്ട്. എത്ര പൈ ഉണ്ട്? 1 2 പൈയും അല്ലേ ഉള്ള. ഇവിടെ എന്തോന്നാ തന്നിട്ടുള്ളത്? 7 സിഗ്മയും 2 പൈ എന്നാ തന്നിട്ടുള്ളത്. അപ്പൊ സിഗ്മയുടെ നമ്പർ ഇവിടെ തെറ്റിട്ടില്ലേ? സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താ? ഇൻകറക്റ്റ് ആണ്. ഇനി ഡി നോക്കിയേ. ഈ റീജന്റ് ദാറ്റ് ടേക്സ് എവേ ആൻ ഇലക്ട്രോൺ പെയർ ഫ്രം റിയാക്റ്റീവ് സൈറ്റ് ഈസ് കാൾഡ് ന്യൂക്ലിയോഫൈൽ ആണോ? നമ്മൾ ഇനി എന്താണ് GOC ഒക്കെ പഠിക്കുമ്പോൾ പഠിക്കും. ഒരു റിയാക്റ്റീവ് സൈറ്റിൽ നിന്ന് ഇലക്ട്രോൺ പെയറിനെ ടേക്ക് എവേ അതായത് ദൂരോട്ട് കൊണ്ടുപോകുന്നതിന് എന്തെന്നാ നമ്മൾ വിളിച്ചത്? ഇലക്ട്രോഫൈൽ എന്നാ നമ്മൾ വിളിച്ചത്. എന്തെന്നാ വിളിച്ചത്? ഇലക്ട്രോഫൈൽ എന്നാ വിളിച്ചത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇവിടെ ഇതും എന്താണ്? ഇൻകറക്റ്റ് ആണ്. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാ? ഓപ്ഷൻ ബി. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 29. The state of hybridization of C2, C3, C5 and C6 of the hydrocarbon is. ഈ ഹൈഡ്രോകാർബണിൽ C2, C3, C5, C6ന്റെ ഹൈബ്രിഡൈസേഷൻ എത്രയാണെന്ന ക്വസ്റ്റ്യൻ. C2ന്റെ ഹൈബ്രിഡൈസേഷൻ എന്തുവാ? SP. അവിടെ ഒരു ട്രിപ്പിൾ ബോണ്ട് കാണുന്നില്ലേ? C3 ആകുമ്പോഴോ ഇവിടെ എന്തല്ല സിംഗിൾ ബോണ്ട്. അപ്പൊ ഇത് ഏതാ? SP3 ആണ്. ഇനി C5 എടുത്താലോ അവിടെ ഒരു ഡബിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ അത് ഏതാ? SP2 ആണ്. C6 എടുത്താലോ അവിടെ എല്ലാം സിംഗിൾ ബോണ്ടാണ്. SP3 ആണ്. അപ്പൊ ആൻസർ ഏത് വരും? SP, SP3, SP2 and SP3. So the answer is option D. Next question. Question number 30. Is the compound in which carbon മുകളിൽ X ഉണ്ട് uses its sp3 hybrid orbitals for bond formation is. അതായത് ഇതിൽ 4 ഓപ്ഷനിൽ ഏതാണ് ഈ എക്സ് മുകളിൽ കിടക്കുന്ന കാർബൺ sp3 ഹൈബ്രിഡൈസേഷൻ കാണിക്കുന്നതെന്ന്. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയാൽ അത് എങ്ങനെയാ? HC ഡബിൾ ബോണ്ട് OH ആണ് അല്ലേ? ഇതല്ലേ ഈ വരച്ചു വെച്ചിരിക്കുന്നത്. ഇവിടെ ഡബിൾ ബോണ്ട് അല്ലേ? അപ്പൊ ഇത് എന്തായിരിക്കും? sp3 ആയിരിക്കും? അല്ല, sp2 ആയിരിക്കും. അപ്പൊ ഇത് എന്തായാലും അല്ല, ഈ കാർബൺ അല്ല. ഇനി ഇവിടെ നോക്കി C ഡബിൾ ബോണ്ടോ NH2 NH2. ഇവിടെ എന്താണ്? sp3 ആയിരിക്കും അല്ലേ? ഇവിടെ sp2 ആയിരിക്കും. അപ്പൊ ഇതും അല്ല. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി CH3 ത്രൈസ് COH. അപ്പൊ CH3 എത്ര ഉണ്ട്? 3 പേരുണ്ട്. പിന്നെ എന്തുണ്ട്? OH ഉണ്ട്. ഇവിടെ എല്ലാം സിംഗിൾ ബോണ്ട് അല്ലേ? അപ്പൊ ഈ എക്സ് ഉള്ള ഈ കാർബൺ എന്തായിരിക്കും? ഇവിടെ എന്ത് ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ ആയിരിക്കും. ആയിരിക്കത്തില്ലേ? അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. ഇനി ഡി ഓപ്ഷൻ നോക്കി CH3 CHO CH3C ഡബിൾ ബോണ്ടോ H. ഇങ്ങനല്ലേ? ഇവിടെ എന്തുണ്ട്? ഡബിൾ ബോണ്ട് ഉണ്ട്. അതും എന്തായിരിക്കത്തില്ല? sp3 ആയിരിക്കത്തില്ല. അപ്പൊ നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 31. 2 pentene contains pentene അല്ലെങ്കിൽ 2 pentene എന്തുണ്ടെന്ന ക്വസ്റ്റ്യൻ. CH3 C എന്താണ്? ഡബിൾ ബോണ്ട് C C C. ഇപ്പൊ 1 2 3 4 5 ആയി. ഇനി ഹൈഡ്രജൻ ബാലൻസ് ചെയ്ത് കൊടുക്കുക. ഇവിടെ H, ഇവിടെ എന്ത് വരും? H, ഇവിടെ H2, ഇവിടെ H3. ഓക്കെ അല്ലേ? ഇതല്ലേ പെന്റ്2 അല്ലെങ്കിൽ 2 പെന്റീൻ. ഇനി ഇവിടെ നോക്കി, ഇവിടെ എത്ര സിഗ്മ എത്ര പൈ ഉണ്ടെന്നാ ക്വസ്റ്റ്യൻ. നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ വരയ്ക്കാം. 1 2 3 സിംഗിൾ ബോണ്ട് C H ഡബിൾ ബോണ്ട് C H C H2 പിന്നെന്തുണ്ട്? CH3. ഇനി പറഞ്ഞേ എത്ര സിഗ്മ ഉണ്ടെന്ന് പറഞ്ഞേ. 1 2 3 4 5 6 7 8 9 10 11 12 13 14. എത്ര സിഗ്മ ഉണ്ടടാ? 14 സിഗ്മയുണ്ട്. എത്ര പൈ ഉണ്ട്? 1. അപ്പൊ എത്ര പൈ ഉണ്ട്? 1 പൈ. അപ്പൊ 14 സിഗ്മയും 1 പൈയും. അപ്പൊ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 32. Is the correct decreasing order of priority of functional groups in naming an organic compound as per IUPAC system of nomenclature is. അതിനാദ്യം നമ്മൾ എന്തറിയണം? IUPAC system of nomenclature അനുസരിച്ച് ഫങ്ഷണൽ ഗ്രൂപ്പിന്റെ പ്രയോറിറ്റി ഓർഡർ അറിഞ്ഞിരിക്കണം. അതെങ്ങനെയാണെന്നറിയോ? ആദ്യം COH. ഈ എഴുതുന്നെങ്കിലും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. COH, പിന്നെ എന്ത് വരുവാടാ? SO3H, പിന്നെ ആരാ? COOR, പിന്നെ COCl, പിന്നെ ആര് വരും? CONH2, പിന്നെ ആരാ? CN ഗ്രൂപ്പ്, അത് കഴിഞ്ഞ് CHO, പിന്നെ C ഡബിൾ ബോണ്ടോ, പിന്നെ ആരാ ഉള്ളത്? OH, NH2, പിന്നെ ആരുണ്ട്? NH2 കഴിഞ്ഞിട്ട് ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട്, പിന്നെ ആരുണ്ട്? C ട്രിപ്പിൾ ബോണ്ട്. ഇങ്ങനെയല്ലേ വരുന്നത്? ഓക്കെ. ഇനി പറയാം ഇതിന്റെ കറക്റ്റ് പ്രയോറിറ്റി ഓർഡർ അനുസരിച്ച് എങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കി COH CONH2 കഴിഞ്ഞിട്ട് COCl വന്നിട്ടുള്ള. അപ്പൊ ഇത് എന്തായാലും നമ്മുടെ ആൻസറിൽ കാരണം ആദ്യം വരണമായിരുന്നു? COH
ഏത് വരണമായിരുന്നു? CL ആദ്യം വരണമായിരുന്നു. COCl കഴിഞ്ഞിട്ട് ആര് വരേണ്ടത്? CONH2 വരേണ്ടത്. അപ്പം ഇതല്ല നമ്മുടെ ആൻസർ. ഇനി ബി നോക്കി, SO3H, അത് കഴിഞ്ഞ് COCl, അത് കഴിഞ്ഞ് CONH2, പിന്നെ CN. ഇത് കറക്റ്റ് ഓർഡർ അല്ലേ? അതെ. അപ്പം നമ്മുടെ ആൻസർ ഏതായിരിക്കും? ഓപ്ഷൻ ബി ആയിരിക്കും. ഇനി സി ഓപ്ഷൻ നോക്കി, COOH ഓക്കെ, അത് കഴിഞ്ഞ് COCl, അതും ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഏതാണ്? NH2, അത് കഴിഞ്ഞിട്ടാണ് CO വന്നത്. ആണോ? അല്ല. CO കഴിഞ്ഞിട്ടായിരുന്നു എന്ത് വരേണ്ടത്? NH2 വരേണ്ടത്. അപ്പൊ ഇതും എന്താ? ഇൻകറക്റ്റ് ആണ്. ഇനി ഡി ഓപ്ഷൻ നോക്കി, COOH ഓക്കെ, COOR ഓക്കെ, CONH2 കഴിഞ്ഞിട്ട് എന്ത് വന്ന്? COCl വന്ന്. ഇതായിരുന്നു എന്ത് വേണ്ട? ആദ്യം വരേണ്ടത്. COCl കഴിഞ്ഞിട്ടായിരുന്നു എന്ത് വേണ്ടത്? CONH2 വരേണ്ടത്. അപ്പൊ ഇവിടെ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി. ഈ ഓർഡർ എന്ത് ചെയ്യണം? നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. പല ക്വസ്റ്റിനും നമുക്ക് ആൻസർ ചെയ്യാൻ നോമൻക്ലേച്ചറോട് പേര് എഴുതാനായാലും ഈ ഒരു ഓർഡർ അറിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കാൻ പറ്റും. എങ്ങനെ ഓർഡർ? COOH, SO3H, COOR, COCl, CONH2, CN, CHO, C ഡബിൾ ബോണ്ടോ, പിന്നെന്താ? OH, NH2, C ഡബിൾ ബോണ്ട് C, C ട്രിപ്പിൾ ബോണ്ട് C. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 33. Which of the following compounds contains primary, secondary, tertiary as well as quaternary carbon atoms? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഓരോന്നിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാം. നിയോപെൻറ്റേൻ സ്ട്രക്ചർ വരച്ചാൽ എങ്ങനെ വരും? CH3C, CH3, ഇങ്ങോട്ടൊരു CH3, ഇങ്ങോട്ടൊരു CH3. ഇതല്ലേ നിയോപെൻറ്റേൻ? ഇതാണ് നമ്മുടെ നിയോപെൻറ്റേൻ. പറഞ്ഞേ, ഇവിടെ എത്ര പ്രൈമറി ഉണ്ട്? 1, 2, 3, 4 പ്രൈമറി ഉണ്ട്. ഇവിടെ സെക്കൻഡറി ഉണ്ടോ? ടെർഷറി ഉണ്ടോ? ഇല്ല. ഒരു ക്വാട്ടർണറി, 4 പ്രൈമറിയേ ഉള്ളൂ. അപ്പം നിയോപെൻറ്റേനിൽ 4 ഇല്ല. അത് വരത്തില്ല ആൻസർ. ഇനി നമുക്ക് ബിയുടെ സ്ട്രക്ചർ വരച്ച് നോക്കാം. 2 മീഥൈൽ പെൻറ്റേൻ. അപ്പം എങ്ങനെ വരും? CH3, C, CH3, CH, CH2, CH2, CH3. ഇതല്ലേ 2 മീഥൈൽ പെൻറ്റേൻ? 2 മീഥൈൽ പെൻറ്റേൻ. ഇവിടെ നോക്ക്, ഇവിടെ എത്ര പ്രൈമറി ഉണ്ട്? 1, 2, 3. 3 പ്രൈമറി ഉണ്ട്, 2 സെക്കൻഡറി ഉണ്ട്, ഒരു ടെർഷറി ഉണ്ട്. ഇവിടെ ക്വാട്ടർണറി ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതും എന്ത് വരത്തില്ല? നമ്മുടെ ആൻസർ വരത്തില്ല. ഇനി സി ഓപ്ഷൻ വരച്ച് നോക്കാം. 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. അപ്പൊ എങ്ങനെ വരും? CH3, CH3, പിന്നെ ഇങ്ങോട്ട് C, ഇവിടെ ഒരു CH3, പിന്നെ എന്ത് വരും? CH3. ഇവിടെ ഒരു വെച്ചിട്ട് കൊടുക്കാം, ഇവിടെ വെച്ചിട്ട് കൊടുക്കാം. ഓക്കെ അല്ലേ? ഇതല്ലേ 2,3 ഡൈമീഥൈൽ ബ്യൂട്ടൈൻ. ഇവിടെ നോക്ക്, ഇവിടെ 4 പ്രൈമറി ഉണ്ട്, പിന്നെ എന്തുണ്ട്? 2 ടെർഷറി ഉണ്ട്, സെക്കൻഡറി ഇല്ല, ക്വാട്ടർണറി ഇല്ല. അപ്പൊ ഇത് നമ്മുടെ ആൻസർ വരത്തില്ല. ഇനി നമുക്ക് ഡി ഓപ്ഷൻ വരച്ച് നോക്കാം. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ. അപ്പൊ എങ്ങനെ വരും? CH3C, ഇവിടെ 2 മീഥൈലുണ്ട്, 2,2, CH3, CH3, ഇങ്ങോട്ട് വന്നാൽ ഇവിടെ എന്തുണ്ട്? ഒരു മീഥൈലുണ്ട്, CH3H, പെൻറ്റേൻ അല്ലേ? CH2, CH3. ഇതല്ലേ 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ. ഇവിടെ നോക്കി, പ്രൈമറി എത്ര പേരുണ്ട്? 1, 2, 3, 4, 5 പ്രൈമറി ഉണ്ട്, 5 പേര്. സെക്കൻഡറി എത്ര പേരുണ്ട്? 1. ഈ ഒരാളല്ലേ ഉള്ളൂ സെക്കൻഡറി ഉണ്ട് 1. ഇനി ടെർഷറിയോ? ഇത് നോക്കി, ഈ ഒരു കാർബൺ ടെർഷറി അല്ലേ? 3 പേരുമായിട്ടുണ്ട്. അപ്പം ടെർഷറി ആയിട്ടുള്ളത് ഒരാള്. ഈ കാർബൺ നോക്കിയാൽ ഇത് ക്വാട്ടർണറിയാ. 1, 2, 3, 4 പേരുമായിട്ട് പോകേണ്ടതുണ്ട്. അപ്പൊ ക്വാട്ടർണറി ആയിട്ടുള്ള ഒരാളുണ്ട്. അപ്പം ഇതിൽ പ്രൈമറി കാർബൺ ഉണ്ട്, സെക്കൻഡറി കാർബൺ ഉണ്ട്, ടെർഷറി കാർബൺ ഉണ്ട്, ക്വാട്ടർണറി കാർബണും ഉണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ ഏത് വരും? ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 34. ഇത് കോമ്പൗണ്ട് വിച്ച് ഹാസ് 1 ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഈസ്. തന്നിട്ടുള്ളതിൽ ഏത് കോമ്പൗണ്ടിലാണ് ഒരു ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉള്ളതെന്ന ക്വസ്റ്റ്യൻ അല്ലേ? നമുക്ക് എന്ത് ചെയ്യാം? സ്ട്രക്ചർ ഓരോരുത്തരുടെയും വരച്ച് നോക്കാം. ഫസ്റ്റ് നമുക്ക് എയുടെ വരയ്ക്കാം. എങ്ങനെ വരും? 2,2,3,3 ടെട്രാമീഥൈൽ പെൻറ്റേൻ. അപ്പൊ ആദ്യം പെൻറ്റേൻ വരയ്ക്കാം. CH3C, ഇവിടെ ഒരു CH3 ഉണ്ട്, പിന്നെ താഴെ 2 എണ്ണം ഉണ്ട് അവിടെ. 2,2 CH3, പിന്നെ 3യിലും ഉണ്ട് 2 എണ്ണം, CH3. ഇനി എന്തുണ്ട്? ടെട്രാമീഥൈൽ പെൻറ്റേൻ അല്ലേ? അപ്പൊ CH2, CH3. ഇതല്ലേ 2,2,3,3 ടെട്രാമീഥൈൽ പെൻറ്റേൻ. ഇതല്ലേ സ്ട്രക്ചർ? അതെ. ഇവിടെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും എന്നറിയാമോ? CH3C, CH3, CH2. ഇതാണ് എന്ത്? ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇതാണ് എന്ത്? ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇവിടെ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇതെന്തല്ല? നമ്മുടെ ആൻസർ അല്ല. ഇനി അടുത്ത് നോക്കാം. ബി വരച്ച് നോക്കാം. ഇത് എ ആണ്. ബി വരച്ച 2,2 ഡൈമീഥൈൽ പെൻറ്റേൻ. അപ്പൊ എങ്ങനെ വരും? CH3C, ഇവിടെ ഒരു CH3, ഇങ്ങോട്ടും ഒരു CH3. 2,2 ആയില്ലേ? 2,2 ഡൈമീഥൈൽ. ഇനി പെൻറ്റേൻ ക്ലോസ് ചെയ്യാം. CH2, CH2, CH3. ഓക്കെ അല്ലേ? ഇവിടെ നോക്ക്, ഇവിടെ ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പ് എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു ഗ്രൂപ്പ് ഇല്ല. അപ്പൊ ഇതിലും ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഏതാ ഉള്ളത്? നമുക്ക് സി ഓപ്ഷൻ വരച്ച് നോക്കാം. 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ.
2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ. അപ്പൊ 2ൽ 2 എണ്ണം ഉണ്ട്, CH3 CH3. ഇനി മൂന്നാമത്തേൽ ഒരെണ്ണം ഉണ്ട്, CH3. പിന്നെന്തുണ്ട്, HCH2 CH3. ഇതല്ലേ 2,2,3 ട്രൈമീഥൈൽ പെൻറ്റേൻ. ഇവിടെ നോക്കേ, ഇവിടെ എവിടെയും നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് കാണുന്നുണ്ടോ? ഇല്ല. അപ്പൊ ഇതുമല്ല നമ്മുടെ ആൻസർ. ഇനി നമുക്ക് ഒറ്റ ഓപ്ഷനേ ഉള്ളൂ, ഡിയും കൂടെ വരച്ചു നോക്കാം. 2-മീഥൈൽ പെൻറ്റേൻ. അപ്പൊ CH3C, ഇവിടെ ഒരു CH3, പിന്നെ എന്തോരും CH2, ഇവിടെ ഒരു H ഉണ്ടേ, CH2 CH3. ഇതല്ലേ 1, 2, 3, 4, 5, രണ്ടിലും മീഥൈൽ, 2-മീഥൈൽ പെൻറ്റേൻ. ഇതല്ലേ 2-മീഥൈൽ പെൻറ്റേൻ. ഇവിടെ നോക്കിയേടാ, ഇവിടെ എന്തുണ്ട്, നമ്മുടെ ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് കാണുന്നില്ലേ? ഇവിടെ H2 ഇല്ലേ, CH ഉള്ളൂ. നോക്ക്, ഇവിടെ ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് കാണുന്നില്ലേ? ഉണ്ട്. അപ്പൊ ഇവിടെ ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പിൽ ആൻസർ ചെയ്താ ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? 2-മീഥൈൽ പെൻറ്റേനിലാണ് എന്തുള്ളത്, ഒരു ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പ് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 35. IUPAC name of the following compound is. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം ഏതാണ് ക്വസ്റ്റ്യൻ. നമ്മൾ എങ്ങനെ പേര് കൊടുക്കും? 1, 2, 3, 4. 2ൽ ആരാ ഉള്ളേ? ഈ ഗ്രൂപ്പ് എന്തുവാ? ഫിനൈൽ. അപ്പൊ എങ്ങനെ പേര് കൊടുക്കും? 2-ഫിനൈൽ എന്തെന്ന് കൊടുക്കൂടാ? ബ്യൂട്ടേൻ. 2-ഫിനൈൽ ബ്യൂട്ടേൻ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 36. What is the IUPAC name of the following compound? തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണോടാ? ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യണം. ലോങ്സ്റ്റ് കാർബൺ ചെയിൻ സെലക്ട് ചെയ്യുമ്പോൾ ഏതാ? ഇങ്ങനെയുള്ള ഈ ചെയിനല്ലേ ലോങ്സ്റ്റ് വരുന്നത്. അതിൽ 2 സബ്സ്റ്റിറ്റ്യൂവൻസ് ഉണ്ട്, NH2 ഉണ്ട്, ഇവിടെ ഒരു മീഥൈലും ഉണ്ട്. അപ്പൊ ആർക്ക് ആദ്യം ലോറിംഗ് പ്രയോറിറ്റി ആർക്കായിരിക്കും? NH2നായിരിക്കും. അപ്പൊ ഇതിന് ലോവസ്റ്റ് നമ്പർ വരണം. അപ്പൊ എങ്ങനെ പേര് കൊടുക്കും? 1, 2, 3, 4, 5, 6. ഇനി നമുക്ക് പേര് കൊടുക്കാലോ. 5. ഇനി ഇവിടെ മീഥൈലുണ്ട്, ഇവിടെ എന്തുണ്ട്? അമീൻ ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ നമുക്ക് എങ്ങനെ പേര് കൊടുക്കാം? 5-മീഥൈൽ. പിന്നെ എന്ത് കൊടുക്കാം? 3ലല്ലേ? 3-ഹെക്സനമീൻ. 3ലാണ് അമീൻ ഗ്രൂപ്പ്. അപ്പൊ എങ്ങനെ എടുക്കാം? 3-ഹെക്സനമീൻ. എങ്ങനെ ഒരുപാട് പേര്? 5-മീഥൈൽ 3-ഹെക്സനമീൻ. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ ബി ഇസ് ദ റൈറ്റ് ആൻസർ. 5-മീഥൈൽ 3-ഹെക്സനമീൻ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Question number 37. Identify the correct IUPAC name of the compound given below. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ കറക്റ്റ് IUPAC നെയിം കണ്ടുപിടിക്കാനാ ക്വസ്റ്റ്യൻ. ഇവിടെ എന്തുണ്ട്? CHO ഗ്രൂപ്പ് ഉണ്ട്. അപ്പൊ അതിനായിരിക്കും എന്ത്? ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ പേര് നമ്പറിങ് കൊടുക്കുമ്പോൾ ഇവിടെ എന്തിടും? 1 ഇടും. 1, 2, 3, 4, 5, 6. ഓക്കെ അല്ലേ? ഇതുവരെ ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പേര് കൊടുക്കാം. ഇതിന് എങ്ങനെയായിരിക്കും നമ്മൾ പേര് കൊടുക്കുന്നത് പറഞ്ഞേ? 5ൽ എന്തുണ്ട്? ഒരു മീഥൈലുണ്ട്. 4ൽ എന്തുണ്ട്? ഒരു ഫിനൈലുണ്ട്. പിന്നെ 1ൽ എന്തുവാ? 1ആണ് മെയിൻ ഗ്രൂപ്പ്, CHO ഗ്രൂപ്പും ഉണ്ട്. ഇനി 5ൽ മീഥൈലും 4 ഫിനൈലും. ആൽഫബറ്റിക് ഓർഡറിൽ ആദ്യം വരും? മീഥൈൽ വരും. അപ്പൊ പേര് കൊടുക്കുമ്പോൾ എങ്ങനെ കൊടുക്കും? 5ൽ മീഥൈൽ, 5-മീഥൈൽ. ഇനി 4ൽ എന്തുണ്ട്? ഫിനൈലുണ്ട്. അപ്പൊ 4-ഫിനൈൽ എന്തെന്ന് വരും? 4-ഫിനൈൽ. ഇനി ഇത് പേരന്റ് ചെയിൻ ഏതാ? 6 കാർബൺ ഉള്ളല്ലേ? അപ്പൊ ഏതാ? ഹെക്സനാൽ. ഹെക്സനാൽ. അപ്പൊ ആൻസർ ഏതാടാ? 5-മീഥൈൽ 4-ഫിനൈൽ ഹെക്സനാൽ. സോ ദ ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 38. ഇത് IUPAC നെയിം ഓഫ് എത്തിലിഡീൻ ക്ലോറൈഡ് ഈസ്. എത്തിലിഡീൻ ക്ലോറൈഡിന്റെ IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ. അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? എത്തിലിഡീൻ ക്ലോറൈഡ് ആരാന്നറിയണം അല്ലെ? എത്തിലിഡീൻ ക്ലോറൈഡ് എന്ന് പറയുന്നത് ആരാണ്? എത്തിലിഡീൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ അതിന്റെ സ്ട്രക്ചർ എങ്ങനെ വരുവാടാ? CH3 CHCl2. ഇതാണ് എത്തിലിഡീൻ ക്ലോറൈഡിന്റെ സ്ട്രക്ചർ. ഇതിനെ എങ്ങനെ എഴുതാം? CH3C, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു Cl, ഇവിടെ ഒരു H. ഓക്കെ അല്ലേ? ഇതാണ് എന്ത്? എത്തിലിഡീൻ ക്ലോറൈഡ്. ഇനി ഇതിന്റെ IUPAC നെയിം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? 1, 2 അല്ലെ? അപ്പൊ 1ൽ എന്തുണ്ട്? 2 ക്ലോറിൻ ഉണ്ട്. അപ്പൊ എങ്ങനെ എഴുതാം? 1,1-ഡൈക്ലോറോ എന്തെന്ന് എഴുതാം? ഈഥേൻ എന്ന് എഴുതാം. 1,1-ഡൈക്ലോറോ ഈഥേൻ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. 1,1-ഡൈക്ലോറോ ഈഥേൻ. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 39. IUPAC നെയിം ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് ഈസ്. തന്നിട്ടുള്ള കോമ്പൗണ്ടിന്റെ IUPAC നെയിം എഴുതാനാ ക്വസ്റ്റ്യൻ അല്ലേ? അതെ. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ IUPAC നെയിം എഴുതുന്നത്? ഇത് എന്താണ്? ഒരു അമീൻ ഗ്രൂപ്പ് അല്ലേ? ഇവിടെ എന്നിൽ തന്നെ എന്തുണ്ട്? 2 CH3 ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇതൊരു
ടെർഷ്യറി അമീൻ അല്ലേ? അപ്പൊ നമുക്ക് എങ്ങനെ പേരെഴുതാം? എൻ എൻ എന്തെന്ന് എഴുതാം? എന്നിൽ എത്ര മീഥൈലുണ്ട്? 2 ഉണ്ട്. അപ്പൊ എൻ എൻ ഡൈമീഥൈൽ എന്തെന്ന് വരും? എൻ എൻ ഡൈമീഥൈൽ. പിന്നെ ആരാ ഉള്ളത്? ഇവിടെ ഒരു സൈക്ലോപ്രൊപ്പേൻ ഉണ്ട്. ഇവിടെ എന്തുണ്ടോ? ഒരു സൈക്ലോപ്രൊപ്പേൻ ഉണ്ട്. അപ്പൊ എൻ എൻ ഡൈമീഥൈൽ സൈക്ലോപ്രൊപ്പേൻ എന്തെന്ന് വരും? സൈക്ലോപ്രൊപ്പേൻ കാർബോക്സമൈഡ്. ഇതെന്താണ്? ഒരു CO ഗ്രൂപ്പ് അല്ലേ? അപ്പൊ എങ്ങനെ എഴുതാം? കാർബോക്സമൈഡ്. കാർബോക്സമൈഡ്. ഓക്കെ അല്ലേ? എൻ എൻ ഇവിടെ എന്നിൽ എന്തുണ്ട്? 2 മീഥൈലുണ്ട്. അപ്പൊ എൻ എൻ ഡൈമീഥൈൽ സൈക്ലോപ്രൊപ്പൈൻ കാർബോക്സമൈഡ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ആൻസർ ചെയ്താ ഓപ്ഷൻ എ ഇസ് ദ റൈറ്റ് ആൻസർ. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ക്വസ്റ്റ്യൻ നമ്പർ 14. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ്? തന്നിട്ടുള്ളതിൽ ഏതാണ് 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ് എന്നാ ക്വസ്റ്റ്യൻ അല്ലേ? ഓക്കെ. ഇതിൽ ഏതായിരിക്കും 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ്? ഫസ്റ്റ് നോക്കി, ഇവിടെ 3-methyl ബ്യൂട്ടൈൽ ഒന്നുമില്ല. ഇത് എന്താണ്? പെന്റൈൽ ഗ്രൂപ്പാണ്. 1 2 3 4 5 പെന്റൈൽ ഗ്രൂപ്പാണ്. അപ്പൊ എ അല്ലെന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഇത് നോക്കി, ബി നോക്കുകയാണെങ്കിലോ ഇതെങ്ങനെ വരും? CH, പിന്നെ അവിടെ എന്തുണ്ട്? CH2 CH3 ഉണ്ട്. താഴോട്ടും എന്തുണ്ട്? CH2 CH3 ഉണ്ട്. ഇങ്ങനെയല്ലേ ഉള്ളത്? ഇത് എന്തല്ല? ഒരു 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ് ഒന്നും അല്ല. ആണോ? അല്ല. ഇത് എന്ത് വരും? ഒരു 3, ഇത് നേരെ എഴുതിയ CH3 CH2 CH2 CH3 ഇവിടെ അല്ലേ ബോണ്ട്? ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഇതെന്ത് വരും? ഒരു 3 പെന്റൈൽ ഗ്രൂപ്പ് എന്നൊക്കെ വരും അല്ലേ? 3, അതായത് പെന്റിൽ 3 അപ്പൊ 3 പെന്റൈൽ ഗ്രൂപ്പാണ്. ഇതും അല്ല. ഇനി അടുത്ത് നോക്കിക്കേ, CH3 ത്രൈസ് C CH2 മൈനസ്. ഇതെങ്ങനെ വരും? CH3 C CH3 C CH3 CH2 മൈനസ്. ഇത് നിയോ പെന്റൈൽ ഗ്രൂപ്പ് അല്ലേ? ഇത് എന്തല്ല? 3-methyl ഗ്രൂപ്പ് ഒന്നും അല്ല. അപ്പൊ ഇതും അല്ല. ഇനി ഡി ഓപ്ഷൻ വരച്ച് നോക്കിയല്ലോ. CH3 ടോയ്സ് C. അപ്പൊ CHല് എന്തുണ്ട്? 2 CH3 ഉണ്ട്. ഇനി എന്തുണ്ട്? CH2 മൈനസ്. മൈനസ് ലൈഫ്. അപ്പൊ ഇത് നോക്കി, ഇതെന്ന് പറയുമ്പോൾ ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാ? 1 2 3 4 1 2 3 4 3ൽ എന്തുണ്ട്? മീഥൈൽ. അപ്പൊ ഇതില് 3-methyl 4 പേരല്ലേ? അപ്പൊ ബ്യൂട്ടൈൽ. ഇതല്ലേ 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ്? അതെ. അപ്പൊ ആൻസർ ചെയ്ത് വരും ഓപ്ഷൻ ഡി ഇസ് ദ റൈറ്റ് ആൻസർ. ഇതാണ് എന്ത്? 3-methyl ബ്യൂട്ടൈൽ ഗ്രൂപ്പ്. ഓക്കെ അല്ലേ?